നമുക്കെല്ലാവർക്കും വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ താണ ലോകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ക്രൂശിലെ ക്രൂര മൃത്യുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടും നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവത്തിന് മഹത്വവും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ദൈവവചന പഠനത്തിനായി കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. പ്രാരംഭത്തിൽ തന്നെ ഇതിന് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ദൈവസഭയ്ക്ക്, വിശേഷിച്ച് ശാലേം IPC സഭയുടെ PYPA ഭാരവാഹികൾക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നന്ദി പ്രകാശനമൊക്കെ ഏറ്റവും ഒടുവില്ല, സാധാരണ ഞാൻ ആദ്യമേ തന്നെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളൂ. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു. അധ്യക്ഷ സന്ദേശത്തിൽ കർത്താവിന്റെ ദാസൻ നമ്മെ ഓർപ്പിച്ചതുപോലെ ദൈവവചന പഠനത്തിന് വലിയ പ്രാധാന്യം ഇന്ന് പല സഭകളിലും കാണുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്, അനാരോഗ്യകരമായ പ്രവണതയാണ്. എന്നാൽ കൂടെ ഇടക്കാലത്ത് ദൈവവചന പഠനത്തോടുണ്ടായിരുന്ന വിരക്തി കുറച്ചു മാറി തുടങ്ങി എന്നതും സന്തോഷകരമായ ഒരു സൂചനയുമാണ്. ദൈവവചന പഠനത്തിന് ആള് പൊതുവെ കുറയും. അത്ഭുത ശുശ്രൂഷകൾക്ക് വിളിക്കാതെ ആള് ഓടി വരും. അത് നമ്മുടെ ഇടയിലും ഇന്ന് കണ്ടുവരുന്ന ഒരു രീതിയായി മാറിയിരിക്കുന്നു. എന്നാൽ ഇന്ന് ആദ്യ ദിവസം തന്നെ ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം അവസരം നൽകിയല്ലോ എന്നോർത്ത് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്, സ്തുതിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു ആമുഖ ചിന്തകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ്. നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ചും പൊതുവായും ഉള്ള ചില ആമുഖ ചിന്തകൾ, ഇൻട്രൊഡക്ടറി തോട്ട്സ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ന്യായമായി നിങ്ങൾക്കുണ്ടാകാമാവുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഉത്തരം തരാമെന്ന് ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല. നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ വിഷയം നമുക്കറിയാമല്ലോ, ലിവ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഗ്രോ ഇൻ സ്പിരിറ്റ്. വിഷയം നിങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ്, നിങ്ങൾക്ക് നേരത്തെ വിഷയം കിട്ടിയിട്ടുണ്ട്. ആദ്യമേ തന്നെ പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യം, ജനറൽ ഒബ്ജക്റ്റീവ് ഓഫ് അവർ ക്ലാസ്, ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യം നിങ്ങളുടെ മുൻപിൽ ഞാൻ 3 വാചകങ്ങളിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിന്റെ ആമുഖത്തിൽ നിന്നും കടമെടുത്തതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം QMPC കൺവെൻഷൻ വന്ന സമയത്തും മുഖവരിയിൽ ഈ 3 കാര്യങ്ങൾ ഓർപ്പിച്ചിരുന്നു. ചിലർക്ക് ഓർമ്മ കാണും, ഞാൻ ആവർത്തിക്കുക അവിടെ. 1, to have an understanding more clearly about Christ or to know him more clearly. ഒന്നാമത്തെ നമ്മുടെ ലക്ഷ്യം, to know Christ more clearly. യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ ഇന്ന് നാം അറിയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് അറിയുക. രണ്ടാമത്തേത്, to follow Jesus
മോർ നിയർലി. ക്രിസ്തുവിനെ ഇന്ന് നാം അനുഗമിക്കുന്നുണ്ടെങ്കിലും കുറച്ച് പത്രോസ് അനുഗമിച്ചതുപോലെ അകലം വിട്ടായിരിക്കാം. എന്നാൽ കുറച്ചുകൂടെ അടുത്ത് കർത്താവിനെ അനുഗമിക്കുക. 3, ടു ലവ് ഹിം മോർ ഡിയർലി. ക്രിസ്തുവിനെ ഇന്ന് നാം സ്നേഹിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഹൃദ്യമായി സ്നേഹിക്കുക. നാം ഈ 3 കാര്യങ്ങൾ എപ്പോഴെങ്കിലും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ? നാം ആഗ്രഹിച്ചിട്ടുണ്ടോ? 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബൈബിൾ ക്ലാസ്സാ? നിങ്ങൾക്ക് പ്രതികരിക്കാം. എന്താണ്? 1, കർത്താവിനെ കൂടുതൽ അറിയുക. ഇന്ന് നാം അറിഞ്ഞിരിക്കുന്നത് മതിയോ? ഇന്ന് നാം കർത്താവിനെ അറിയുന്നത്രയും അറിഞ്ഞാൽ മതിയോ? പോരാ. പോരെങ്കിൽ കർത്താവിനെ കൂടുതൽ അറിയാൻ വല്ലതും ശ്രമിക്കാറുണ്ടോ? അതുമില്ല. ഇങ്ങനെ ചോദിക്കുമ്പം പോരാന്ന് പറയുന്നതേ ഉള്ളൂ. പോരെങ്കിൽ സ്തോത്രം. ചിലതൊക്കെ ഹോട്ടലുകളിൽ കയറിയാൽ പോലും ഒരു മൊബൈലൊക്കെ ആണെങ്കിൽ കൊച്ചു ഗ്ലാസ്സിനകത്ത് ചില സമയത്തൊക്കെ പായസം തരും. ചിലരാണെങ്കിൽ നാണം കെട്ടു പറയും ഒന്നുകൂടെ തരാമോ. അവർ ചോദിച്ചല്ലേ വിചാരിച്ച് അവർ കൊണ്ട് കൊടുക്കും. അങ്ങനെ ഉള്ളതല്ല, പക്ഷെ ചോദിച്ചുകൊണ്ട് കൊടുക്കുക. ആഹാരം വിളമ്പുന്നിടത്തൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ലജ്ജയൊന്നുമില്ല. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തു പോയിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ചോദിച്ചു വാങ്ങിച്ചു കഴിക്കും. ഉണ്ടോ ചോദിക്കും. പകുതി എടുത്തോളാൻ പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നെങ്കിൽ, നാം കർത്താവിനെ കുറിച്ച് അറിഞ്ഞത് പോരാ എന്ന് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ അറിയുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതല്ലേ? ഒപ്പം നമുക്കിന്ന് കർത്താവിനെ കുറിച്ച് അറിയാവുന്ന അറിവ് ഫോർമലായിട്ട് കിട്ടിയ അറിവാണോ ഇൻഫോർമലായിട്ട് കിട്ടിയ അറിവാണോ? അറിയാൻ വേണ്ടി ആരാഞ്ഞറിഞ്ഞതാണോ അതോ നമ്മൾ അറിയാൻ വേണ്ടി ആഗ്രഹിച്ചതൊന്നും അല്ലെങ്കിലും പോയ വഴിക്ക് ഇങ്ങനെ കേട്ട് പഠിച്ചതാണോ? സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിനെ കൂടുതൽ അറിയുവാൻ. 2 കർത്താവിനെ കുറച്ചുകൂടെ അടുത്ത് അനുഗമിപ്പാൻ, അനുധാവനം ചെയ്യുവാൻ. സ്തോത്രം. ഒത്തിരി പേര് കർത്താവിനെ അനുഗമിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഒരു പ്രത്യേക അകലം വിട്ട. നമ്മളൊക്കെ നിങ്ങളധികം പേരും ഡ്രൈവ് ചെയ്യുന്നവരാ. ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കാറുണ്ട്, മുമ്പിൽ പോകുന്ന വണ്ടിയിൽ നിന്ന് ഇത്ര മീറ്റർ ദൂരം സൂക്ഷിക്കണം. പിന്നെ വേഗതയ്ക്കനുസരിച്ച് ആ ദൂരത്തിന്റെ ഒക്കെ അളവ് കൂടുകയും കുറയൊക്കെ ചെയ്യും. നിങ്ങൾക്കറിയാതെ യേശുക്രിസ്തുവിനെ ഞാനും നിങ്ങളും അനുഗമിക്കുന്നെങ്കിൽ കർത്താവിനോട് എന്തുമാത്രം അടുത്താണ് നാം അവനെ അനുഗമിക്കുന്നത്? സ്തോത്രം. കർത്താവിനോട് എത്ര ദൂരം നാം സൂക്ഷിക്കണം? അകലം സൂക്ഷിച്ചുകൊണ്ടാണോ നാം അവനെ അനുഗമിക്കുന്നത്? പ്രിയരെ, നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തി നമ്മോട് അടുത്തിരിക്കുന്നതിനേക്കാൾ, നമ്മുടെ ശരീരത്തെ കവർ ചെയ്ത് നാം വസ്ത്രം ധരിച്ചിരിക്കുന്നതിനേക്കാൾ, നമ്മുടെ മാംസത്തെ പൊതിഞ്ഞ് ത്വക്ക് മാംസത്തോട് പറ്റിയിരിക്കുന്നതിനേക്കാൾ അടുത്ത് നമുക്ക് യേശുവിനെ അടുത്ത് അനുഗമിക്കേണ്ടതുണ്ട്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയും നാമും തമ്മിലുള്ള അകലം പോലെ ഒരകലം പോരാ, അല്ലെങ്കിൽ അടുപ്പം പോരാ. പിന്നെ എന്തുമാത്രം വേണം? വസ്ത്രവും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെ മതിയോ? ബൈബിൾ ക്ലാസ്സാ? മതിയോ? പോരാ. മാംസവും ത്വക്കും പോലെയുള്ള അടുപ്പം മതിയോ കർത്താവുമായിട്ട്? കുറച്ചു പറഞ്ഞു. പോരാ. പിന്നെന്തുമാത്രം വേണം? സ്തോത്രം. പിന്നെന്തുമാത്രം വേണം? നാം ശ്വസിക്കുന്ന വായുവും നാം കഴിക്കുന്ന ആഹാരവും നമ്മുടെ ഉള്ളിൽ ചെന്ന് ചില പ്രക്രിയകളിലൂടെ ആരോഗ്യമായി, ജീവനായി നമ്മുടെ രക്തത്തിൽ ലയിക്കുന്നത് പോലെ, എന്നിട്ട് നമ്മുടെ ജീവനുള്ള കോശങ്ങളിലേക്കെല്ലാം അത് വ്യാപിക്കുന്നത് പോലെ,
അത് രക്തത്തിൽ നിന്നും മാറ്റിയാൽ മരണം സംഭവിക്കുന്നത് പോലെ വേർപെടുത്തപ്പെടുവാൻ കഴിയാത്തതും വേർപെടുത്തിയാൽ അസ്തിത്വം നഷ്ടപ്പെടുന്നതുമായ തരത്തിൽ കർത്താവിനോട് അടുത്തിരിപ്പാൻ, അത്ര അടുത്തവനെ അനുഗമിക്കുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വിളിയുടെ ആദ്യ ഭാഗം എന്താണെന്നറിയാമോ? കർത്താവിന്റെ വിളിക്ക് വിവിധ ഭാഗങ്ങളുണ്ട്. അതിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് കം അൺടു മീ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുവിൻ എന്നാണ്. നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുവിൻ. കർത്താവിന്റെ അടുക്കലേക്കാണ് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്. ആ മുഖത്തിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ മറിയയുടെ കാര്യം. നമുക്കൊക്കെ ഒത്തിരി അറിയാവുന്ന പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി നമ്മൾ ഉരുവിടുന്നതാ. സ്തോത്രം. അതുകൊണ്ടാ ചില ഭക്തന്മാര് ചോദ്യം ചോദിക്കുന്നത്, വി ആർ ബിസി ബട്ട് ഫോർ ദ ലോർഡ് ഓർ വിത്ത് ദ ലോർഡ്. നമ്മൾ പലപ്പോഴും തിരക്കാ, പക്ഷേ തിരക്ക് എങ്ങനെയായിരിക്കുന്നെന്ന് രണ്ട് ഓപ്ഷൻ തന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവിന് വേണ്ടിയാണോ നാം തിരക്ക് കൂട്ടുന്നത് കൂടുതൽ, അതോ കർത്താവിനോട് കൂടെയാണോ നാം അധികവും തിരക്കായിട്ടിരിക്കുന്നത്? കമോൺ, എങ്ങനെയാ? കർത്താവിന് വേണ്ടിയാണോ നാം, അതോ കർത്താവിനോട് കൂടെയാണോ നമ്മുടെ സമയം അധികം ചിലവഴിക്കാറുള്ളത്? പെട്ടെന്നൊന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പോട്ടേക്ക് പോവാം. സ്തോത്രം. എന്തിനാ? പലപ്പോഴും ഞങ്ങൾ ഉൾപ്പെടെ പലപ്പോഴും തിരക്ക് പിടിക്കുന്നത് എന്തിനു വേണ്ടിയാ? കർത്താവിന് വേണ്ടിയാ. പക്ഷേ കർത്താവ് പറയുന്നത്, എനിക്ക് വേണ്ടി നിങ്ങൾ തിരക്ക് പിടിക്കാതെ എന്റെ കൂടെ ഒന്ന് തിരക്ക് പിടിച്ചിരിക്കാൻ. സ്തോത്രം. ഞാൻ കർത്താവിന്റെ കൂടെ ഇരിക്കുക, അതുകൊണ്ട് എനിക്കിപ്പം TV കാണാൻ നേരമില്ലെന്ന് പറയാൻ നമുക്ക് എപ്പോഴും പറ്റിയിട്ടുണ്ടോ? ഞാൻ കർത്താവിന്റെ കൂടെ ഇരിക്കുക, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വാട്സപ്പ് ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റാറുണ്ടോ? നമുക്ക് സാധിക്കും. സ്തോത്രം. ആ ഒരു അവസ്ഥയിലേക്ക് നാം എത്തണം. നമ്മുടെ ഈ ക്ലാസ്സുകളിൽ ജനറലായ ഒബ്ജക്റ്റീവ്സാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കർത്താവിനെ ഏറ്റവും അടുത്ത് വന്നാട്ടെ അനുഗമിക്കണം. മൂന്നാമത്തേത് എന്താണ്? കർത്താവിനെ കുറച്ചുകൂടെ ഹൃദ്യമായി സ്നേഹിക്കണം. ഹൃദ്യമായി കർത്താവിനെ സ്നേഹിക്കണം. സപ്പോസ് ഞാൻ പലയിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവ് ഇപ്പം വരിക, നമ്മുടെയൊക്കെ അടുത്ത് വരിക, എന്നിട്ട് നമ്മളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കാതിരിക്കട്ടെ. ഒറ്റ ചോദ്യം, ഒത്തിരി ചോദ്യം എന്നല്ല, ഓരോ സിംഗിൾ ക്വസ്റ്റ്യൻ, ഒറ്റ ചോദ്യം കർത്താവ് നമ്മോട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് വുഡ് ബി ദാറ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് സിംഗിൾ ക്വസ്റ്റ്യൻ? ആ ഒറ്റ ചോദ്യം എന്തായിരിക്കും? എളുപ്പം പറയാമോ? ഒരേ ഒരു ചോദ്യം എന്തായിരിക്കും കർത്താവ് ചോദിക്കുന്നത്? എന്തോ? നീ എനിക്ക് വേണ്ടി എന്ത് തരുമെന്നല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല. ഇനി നിനക്ക് എന്തോ വേണമെന്നായിരിക്കും. എന്തായിരിക്കും കർത്താവ് നമ്മൾ ചോദിക്കുന്ന ആ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഒറ്റ ചോദ്യം കർത്താവ് ചോദിച്ചാൽ എന്തായിരിക്കും അത്? കർത്താവ് നമ്മോട് ചോദിക്കുന്ന ആ സിംഗിൾ ക്വസ്റ്റ്യൻ ആണ് നാം യോഹന്നാൻ 21:15 കാണുന്നത്. എന്താ? യോഹന്നാന്റെ മകനായ ശിമോനെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബൈബിളിൽ പെട്ടി തിരുത്തരുത്, പക്ഷെ വായിക്കുമ്പോൾ തിരുത്തി വായിച്ചോണം. എങ്ങനാ? ഞാൻ വായിക്കുകയാണെങ്കിൽ വില്ലുകുളത്ത് ഉമ്മന്റെ മകനായ വർഗീസെ, യോഹന്നാന്റെ മകനായ ശിമോനെ എന്നുള്ളിടത്ത് വില്ലുകുളത്ത് വിയോ വർഗീസ് എന്നതിന്റെ പേര്. അതുകൊണ്ടാണ് വില്ലുകുളത്ത് ഉമ്മന്റെ മകനായ വർഗീസ എന്ന്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ അവരവരുടെ പേരിട്ട് അവിടെ വായിക്കണം. എന്താ ചോദിക്കുന്നത്? ഇവരിൽ അല്ലെങ്കിൽ ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? Not a mere love, but a greater love. ഒരു സ്നേഹം അല്ല, നീ എന്നെ സ്നേഹിക്കുന്നു എന്നല്ല, മറിച്ച് അധികമായ സ്നേഹം, മറ്റുള്ളവരെക്കാൾ മറ്റുള്ളതിനേക്കാൾ അധികം. അതായിരിക്കണം നമ്മുടെ മൂന്നാമത്തെ ലക്ഷ്യം. കർത്താവേ, എനിക്ക് നിന്നെ കുറച്ചുകൂടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും സ്നേഹിപ്പാൻ ഈ ദിവസങ്ങളിലെ വചന പഠനത്താൽ ഇടവരുത്തണമേ. സ്തോത്രം. ഈ മൂന്നെണ്ണം നമ്മുടെ ലക്ഷ്യമാക്കി വെക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഈ മൂന്ന് സംഗതികളെ നമ്മുടെ ലക്ഷ്യമായി സ്വീകരിപ്പാൻ നമുക്ക് കഴിയുമോ? സ്തോത്രം.
എന്നിട്ട് ചിന്തകന്മാർ, കർത്താവദാസന്മാർ പറയുന്നത് പോലെ ഈ പഠനം ഒരു ഇൻഫോർമേറ്റീവ് ക്ലാസ്സസ് ആയി മാറാതെ ട്രാൻസ്ഫോർമേറ്റീവ് ക്ലാസ്സസ് ആയിട്ട് മാറണം. ഇവകൾ കേവലം അറിവ് സമ്പാദിക്കുന്നതായി മാറാതെ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നതായി തീരണം. അങ്ങനത്തെ താല്പര്യത്തോടാണോ നാം വന്നിരിക്കുന്നത്? അതോ ഒന്ന് കേട്ടുകളെ എന്തൊക്കെയാ പഠിപ്പിക്കുന്നതെന്ന് എന്ന് വിചാരിച്ചാണോ വന്നേ? ചിലരുണ്ട് പഠിക്കാൻ വരുന്നത് വേറെ എവിടെയെങ്കിലും പോയി 10 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ വരുന്നവരാ. എന്നാൽ അതൊക്കെ ഉള്ളപ്പോൾ തന്നെ സ്തോത്രം, എന്റെ ജീവിതത്തിന് മാറ്റം വരത്തക്കവണ്ണം, എന്റെ ജീവിതത്തെ സ്തോത്രം വ്യത്യാസപ്പെടുത്തും വണ്ണം ദൈവമേ ഈ ദിവസങ്ങളിൽ ഈ പഠനം ഉതകണമേ എന്ന സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടെ നാം ആയിരിക്കുന്നെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിന് മാറ്റം ദൈവം വരുത്തും. സ്തോത്രം. ജനറലായ ചില ഒബ്ജക്റ്റീവ്സ് ആണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. പൊതുവായിട്ടുള്ള ഈ പഠനത്തിന്റെ, ദൈവവചന പഠനത്തിന്റെ ചില ലക്ഷ്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെച്ചത്. സ്തോത്രം. അടുത്തത് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിവൈൻ അഫയേഴ്സ്. ആത്മീയ വിഷയങ്ങളെ നമുക്ക് എത്ര ആയിട്ട് തരം തിരിക്കാം? ആത്മീയ വിഷയങ്ങളെ നമുക്ക് എങ്ങനെ വിഭജിക്കാം? സ്തോത്രം. നോക്കണേ, ആവർത്തന പുസ്തകം 29:29 വാക്യം. Deuteronomy 29:29. ഒരുപക്ഷേ നമ്മുടെ പഴയ മലയാളം ബൈബിളുകളിൽ 29 വാക്യം കാണത്തില്ല. 28 വാക്യങ്ങൾ കാണും. വാക്യമുണ്ട്, കണ്ടന്റ് ഉണ്ട്, വാക്യത്തിന്റെ സംഖ്യ ഇല്ലെന്നേ ഉള്ളൂ. 28 കാണത്തുള്ളൂ അല്ലേ? പുതിയ പ്രിന്റിലൊക്കെ 29 ഉണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചോളൂ. ദൈവിക വിഷയങ്ങളെ അവിടെ പ്രധാനമായും 2 തരം തിരിച്ചിട്ടുണ്ട്. ദൈവിക വിഷയങ്ങളെ 2 തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്നാമത്തെ സഹോദരിമാര് പറഞ്ഞു, രണ്ടാമത്തെ സഹോദരന്മാരും പറയും. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സീക്രട്ട് തിങ്സ് ഓർ ദ ഹിഡൻ തിങ്സ്, അൺറിവീൽഡ് തിങ്സ്. രണ്ടാമത്തെ സഹോദരന്മാർ പറഞ്ഞാട്ടെ, വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ദൈവിക വിഷയങ്ങളെ നമുക്ക് പൊതുവായി ഈ 2 രീതിയിൽ തരംതിരിക്കാം. ഒന്ന് മറഞ്ഞിരിക്കുന്നത്, മറ്റൊന്ന് വെളിപ്പെട്ടിരിക്കുന്നത്. ഈ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാ, യഹോവയ്ക്കുള്ളതാ. വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളോ നമുക്കുള്ളതാ, നമുക്കും നമ്മുടെ തലമുറകൾക്കും ഉള്ളതാ. നമുക്കും നമ്മുടെ തലമുറകൾക്കും. ഈ കഴിഞ്ഞൊരു ദിവസം ഒരു ആള് പ്രസംഗിക്കുന്നത് കേട്ടു. ഈ രഹസ്യം അറിയാൻ ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഈ രഹസ്യം അറിയാൻ വേണ്ട, അത് അറിയേണ്ടതായിരുന്നെങ്കിൽ 2ാമത്തെ ഗണത്തിൽപ്പെടുത്തി നിങ്ങൾ തന്നേനെയായിരുന്നു. മനസ്സിലായോ? ദൈവിക രഹസ്യങ്ങളെ മുഴുവനും അറിയുവാൻ നമുക്ക് കഴിയില്ല. നാം അറിയേണ്ടതും രക്ഷയ്ക്ക് ഉപയുക്തമായതും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മറ്റുള്ളവയെല്ലാം ദൈവത്തിന്റെ പക്കൽ രഹസ്യമായി, മർമ്മമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതറിയാൻ വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും മലമുകളിൽ കയറി 40 നാൾ ചെലവഴിക്കുക ഒന്നും വേണ്ട. അത് നമ്മിൽ നിന്നും ദൈവം മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നാം ബോധേടാകേണ്ട, അതിനെക്കുറിച്ച് നമുക്ക് ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ നമുക്കുള്ള കാര്യം എന്താണ്? ശ്രദ്ധിക്കണേ, എന്താ നമുക്കുള്ള കാര്യം? വെളിപ്പെട്ടിരിക്കുന്നത്. അതെന്താ വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ? അതെവിടെയുണ്ട്? എന്തോ? അതാണ് നമ്മുടെ കൈകളിൽ നാം കൊണ്ട് നടക്കുന്ന ഈ പുസ്തകം. അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുന്ന പേര് The Record of the Revealed Will of God ആണ്. വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിന്റെ സമാഹാരം എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. ഈ പുസ്തകം എന്താണ്? ദൈവത്തിന്റെ വെളിപ്പാടുകളാണ്. എങ്ങനെയാണ് നമുക്ക് ഈ പുസ്തകം കിട്ടിയത്?
How did we get it? എങ്ങനെയാ? Through what all medias did we get it? ഏത് മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് നമുക്കിത് കിട്ടിയത്? പ്രധാനമായും 3 മാധ്യമങ്ങളാണുള്ളത്. ഒന്ന് റെവലേഷൻ, 2 ഇൻസ്പിരേഷൻ, 3 ഇല്യൂമിനേഷൻ. റെവലേഷൻ, ഇൻസ്പിരേഷൻ, ഇല്യൂമിനേഷൻ, 3 മാധ്യമങ്ങൾ. ഒന്ന് വെളിപ്പാട്. ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു, ഇപ്പോ അതിൽ ഒരാളങ്ങ് പോയി, എന്നാലും ഒന്ന് ഒപ്പിച്ചു പറയാൻ വേണ്ടി ഞാൻ പറയുക. ഒസാമയാകട്ടെ ഒബാമയാകട്ടെ, ഈ 2 പേരുടെയും അടുക്കൽ ഒരു പത്രക്കാരന്, ഒരു പത്രപ്രവർത്തകന് ചെന്ന് 2 പേരെയും ഇന്റർവ്യൂ ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് ദൃശ്യമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പ്രിന്റ് മാധ്യമങ്ങളിലോ ഒക്കെ കൊടുക്കാമായിരുന്നു, പരിചയപ്പെടുത്താം അവരെ. എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ പോയി ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് നമ്മുടെ അടുക്കൽ ദൈവത്തെ പരിചയപ്പെടുത്താൻ പറ്റിയ വല്ല പത്രക്കാരെയും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? വല്ല ജേർണലിസ്റ്റുകളുണ്ടോ? വല്ല ഡിപ്ലോമാറ്റ്സും ഉണ്ടോ? നയതന്ത്രജ്ഞന്മാരും വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? ദൈവത്തെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒറ്റ മാധ്യമത്തിലൂടെയേ ദൈവത്തെ അറിയാൻ പറ്റുള്ളൂ. ഏതാ ആ മാധ്യമം? ആ മാധ്യമത്തിന്റെ പേരാണ് വെളിപ്പാട്. വെളിപ്പാട്. വെളിപ്പാടെന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനൊക്കെ ഇന്ന് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് എനിക്ക് ചോദിച്ചതേ ഉള്ളൂ. കണ്ണടച്ചിരിക്കുമ്പോൾ കാണുന്ന സാധനമാണോ? അതോ പാസ്റ്റർ സംഗീതനം വായിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന സംഗതിയാണോ വെളിപ്പാടെന്ന് പറയുന്നത്? രാത്രി കാണുന്ന സ്വപ്നം വല്ലതാണോ? എന്താ വെളിപ്പാട്? വെളിപ്പാടും മർമ്മവും തമ്മിൽ വളരെ മാർമികമായ ഒരു ബന്ധമുണ്ട്. Revelation and mystery has a mysterious relationship. വളരെ മാർമികമായ ഒരു ബന്ധമുണ്ട് ഈ 2 തമ്മിൽ. ഏതൊക്കെ തമ്മില? വെളിപ്പാടിനും മർമ്മത്തിനും തമ്മിൽ. എന്താ അത്? Revelation is the sole divine media by which God makes known his hidden secrets, which are known as mysteries, to the selected people, to the chosen ones. തെരഞ്ഞെടുക്കപ്പെട്ട തന്റെ ജനത്തിന് തന്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ ഗ്രഹിപ്പിച്ചു കൊടുക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന മാധ്യമത്തിന്റെ പേരാണെന്ത്? വെളിപ്പാട്. ദൈവിക രഹസ്യങ്ങളെ മനുഷ്യന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന മാധ്യമമാണെന്ത്? വെളിപ്പാട്. ആ വെളിപ്പാടാണ് ഈ പുസ്തക രചനയ്ക്ക് ആദ്യം ഉപയോഗിക്കപ്പെട്ട മാധ്യമം. ആദ്യം ഉപയോഗിക്കപ്പെട്ട മാധ്യമം. ഞങ്ങൾ ഹിന്ദിയിൽ ഒരു പാട്ട് പാടാറുണ്ട്. ഹിന്ദി അറിയാവുന്ന കുറച്ചു പേരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. മനുമന്ദിർ മേ ബസനെ വാല ഈശു തൂ ഹേ നിരാല എന്ന് പറയുന്നൊരു പാട്ടാണ്. അതിലൊരു സ്റ്റാൻസ ഇങ്ങനെയാ: മൂസാ കോ തൂനെ പാസ് ബുലായ സ്വർഗ് ലോക കാ ഭവൻ ദിഖായ. मूसा को तूने पास बुलाया, स्वर्ग लोक का भवन दिखाया. महापवित्र स्थान में रखकर आप ही उसे संभाला. മോശയെ നീ നിന്റെ അടുക്കൽ വിളിച്ചിരുത്തി സ്വർഗ ഭവനത്തിന്റെ വെളിപ്പാട് കൊടുത്തു. എന്താ വെളിപ്പാട്? ദൈവത്തെ കുറിച്ച് ഒന്നും അറിയാതെ നടക്കുന്ന ചില മനുഷ്യരെ ദൈവം വിളിച്ച് തന്റെ അടുക്കൽ അടുപ്പിച്ചിട്ട് മറ്റൊരു രീതിയിലും അറിയുവാൻ കഴിയാത്ത ദൈവിക രഹസ്യങ്ങളെ ദൈവം അവർക്ക് മറ നീക്കി കൊടുക്കുന്ന രീതിയുടെ പേരാണ് വെളിപ്പാട്.
അങ്ങനെ ദൈവം കാലാകാലങ്ങളിൽ പല ഭക്തന്മാരെ, പല മനുഷ്യരെ തന്റെ അടുക്കൽ വിളിച്ചു വരുത്തി തന്നെ കുറിച്ചുള്ള രഹസ്യങ്ങൾ മറനീക്കി കൊടുത്തു. എന്നിട്ട് രണ്ടാമത്തെ ഘട്ടം ഇൻസ്പിരേഷൻ, നിശ്വാസീയത, പ്രേരണ എന്നൊക്കെ പറയുന്നു, നിശ്വാസീയത എന്ന് പറയുന്നു, ഇൻസ്പിരേഷൻ. ആ വെളിപ്പാട് കിട്ടിയവരെ ദൈവത്തിന്റെ ആത്മാവ് പ്രബോധിപ്പിച്ച് പറയുക, നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാട് എന്ത് ചെയ്യുക? ഒന്ന് എഴുതി വെക്കുക, മറ്റുള്ളവരെ അറിയിക്കുക. അങ്ങനെ വെളിപ്പാട് കിട്ടിയവർക്ക് ആത്മപ്രേരണയാൽ എഴുതുവാൻ കഴിഞ്ഞ പുസ്തകമാണ് ദൈവത്തിന്റെ വെളിപ്പാടുകളുടെ ഈ സമാഹാരം. ഇത് പിന്നെ നമ്മുടെ അകത്തേക്ക് കയറണമെങ്കിൽ എന്ത് വേണം? ഇല്യൂമിനേഷൻ, അതായത് റെവലേഷനാൽ, വെളിപ്പാടിനാൽ ദൈവത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മനസ്സിലേക്കും, നിശ്വാസീയതയാൽ വെളിപ്പാട് പ്രാപിച്ചവരുടെ ഉള്ളിൽ നിന്ന് കടലാസിലേക്കും, പിന്നെ പ്രകാശനത്താൽ, ഇല്യൂമിനേഷനാൽ കടലാസിൽ നിന്ന് വായനക്കാരന്റെയോ കേൾവിക്കാരന്റെയോ ഹൃദയത്തിലേക്കും ഈ തിരുവെഴുത്തുകൾ എത്തുന്നു. ഈ 3 മാധ്യമങ്ങളിലൂടെയാണ് ദൈവം തന്റെ വചനം നമുക്ക് നൽകിയത്. ആ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വെളിപ്പാടാണ്. അതെന്തിനാ കർത്താവ് നമ്മുടെ കയ്യിൽ തന്നത്? നമുക്ക് മുമ്പോട്ട് നോക്കാം. അപ്പോൾ ദൈവം നമുക്ക് തന്റെ ഹിതത്തെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഹെൻസ് he who has this book, the record of God's will. ഈ പുസ്തകം കയ്യിലുള്ളവർക്ക് ദൈവഹിതത്തിന്റെ പഞ്ഞം ഒരിക്കലും തോന്നത്തില്ല. മനസ്സിലായോ? ഈ പുസ്തകം കയ്യിലുള്ളവർക്ക് ഇതെന്തുവാ? റെക്കോർഡ് ഓഫ് ദ റിവീൽഡ് വിൽ ഓഫ് ഗാഡ്. വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിന്റെ സമാഹാരമാണിത്, ഈ പുസ്തകം. അപ്പോൾ ഈ പുസ്തകം കയ്യിലുള്ളവർക്ക് എന്തുണ്ടാവില്ല? എന്ത് തോന്നില്ല? ദൈവ ആലോചനയുടെയും ദൈവഹിതത്തിന്റെയും ക്ഷാമം, പഞ്ഞം തോന്നത്തില്ല. സ്തോത്രം. നെക്സ്റ്റ് വൺ. One who has this book will never ever experience the famine of the will of God. ഇന്ന് ഈ പുസ്തകവും കക്ഷത്തിൽ വെച്ചുകൊണ്ട് നമ്മളൊക്കെ ദൈവഹിതം അറിയാൻ പലപ്പോഴും എവിടെയൊക്കെ ഓടി നടക്കുന്നേ. സത്യല്ലേ? സ്തോത്രം. ചിലരോട് പണങ്ങാൻ സാധ്യതയുണ്ട്. പണങ്ങല്ലേ, സത്യം പറയുക. എന്താണ് ദൈവഹിതം? ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഹിതം മുഴുവനും അച്ചടിച്ച് നമ്മുടെ ഭാഷയിൽ വെച്ചോണ്ട്, ഇന്നാണെങ്കിൽ 2 ഭാഷയിലും 3 ഭാഷയിലും ഒക്കെ ഒരുമിച്ച് അച്ചടിച്ചത് കിട്ടും. ബിലിംഗ്വൽ ബൈബിളൊക്കെ നമുക്ക് കിട്ടും. പലരുടെ കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കണ്ടു. അതും കക്ഷത്തിൽ വെച്ചോണ്ട് നമ്മൾ ഓടി നടക്കുക. എന്തിനാ ഓടി നടക്കുന്നത്? ദൈവഹിതം അറിയാൻ. ചിലര് STD ISD ഒക്കെ വിളിച്ചാ ദൈവഹിതം അറിയുന്നത്. സ്തോത്രം. സഹോദരങ്ങളെ, അങ്ങനെയെങ്ങാനും നമ്മൾ അറിയേണ്ടതുണ്ടെങ്കിൽ ആളിനെ ഇങ്ങോട്ട് വിടുന്നേ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഫോൺ വിളിപ്പിക്കും. എത്ര അനുഭവങ്ങളുണ്ട്. സ്തോത്രം. ഈ വെളിപ്പെടുത്തപ്പെട്ട തിരുഹിതം നാം മനസ്സിലാക്കുവാൻ, അതറിയുവാൻ വേണ്ടി മനസ്സ് വെച്ചാൽ, അതനുസരിക്കുവാൻ വേണ്ടി മനസ്സ് വെച്ചാൽ, ബാക്കിയുള്ളതൊക്കെ തമ്പുരാൻ സമയാസമയങ്ങളിൽ നമ്മോട് സംസാരിക്കും. അതായത് നമ്മള് ഒരു ടോർച്ചും കൊണ്ട് രാത്രി ഒരു സ്ഥലത്ത് നിന്നും നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ ടോർച്ച് അടിച്ചാൽ വീട് വരെയുള്ള വഴി തിട്ടമായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ വീട് വരെയുള്ള വഴി കാണത്തില്ലെന്നും പറഞ്ഞ് നമ്മൾ അവിടെ തന്നെ അങ്ങ് തങ്ങുമോ നേരം വെളുക്കുന്നത് വരെ? അതുമില്ല. പിന്നെന്താ ചെയ്യുന്നേ? ഏതാനും മീറ്ററുകൾ മാത്രമേ നമുക്ക് ആ ടോർച്ചിന്റെ വെളിച്ചം കിട്ടൂ. എന്നാലും ശരി, നമുക്കറിയാം ആ വെളിച്ചം കിട്ടുന്നിടം വരെ എത്തിയാൽ അത്രയും മീറ്ററും കൂടെ വീണ്ടും നമുക്ക് വെളിച്ചം കിട്ടും.
ഇതുപോലെ തന്നെയാണ് ഈ പുസ്തകത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന തന്റെ ഹിതത്തെ മുഴുവനും നമുക്ക് ഒറ്റയടിക്ക് അറിയാൻ പറ്റിയില്ലെങ്കിലും ഇത് പറഞ്ഞിരിക്കുന്ന അത്രയും വരെ എത്തിയാൽ മുമ്പോട്ട് നാം വെക്കേണ്ട ചുവടും ഈ പുസ്തകം നമ്മെ പറഞ്ഞു പഠിപ്പിക്കും. പക്ഷെ നമ്മൾ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ബാക്കിയുടെ അറിയട്ടെന്നും പറഞ്ഞ് ഷോർട്ട് കട്ട് അന്വേഷിക്കുന്നവരാ, അവിടെയാ നമുക്ക് പരാജയം സംഭവിക്കുന്നത്. അത് പാടില്ല. അപ്പോൾ ദൈവിക വിഷയങ്ങളെ രണ്ടായി തരം തിരിച്ച് നാം കണ്ടു. ഒന്നാമത്തേത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, രണ്ടാമത്തേത് വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരുടെ പക്കൽ? ദൈവത്തിന്റെ പക്കൽ. അത് അന്വേഷിക്കാൻ വേണ്ടി ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യണ്ട. അത് വെളിപ്പെട്ടെന്നും പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ വിശ്വസിക്കുകയും ചെയ്യരുത്. ദൈവത്തിൽ നിന്നുള്ള പുള്ളി അല്ലത്, ഉറപ്പാണ്. രണ്ടാമത്തേത് വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. അത് ആരുടെ കയ്യിലാണ്? ആരുടെ പക്കലാണത്? നമ്മുടെ പക്കല. എന്തിനു വേണ്ടിയാ? അത് ആ വാക്യത്തിലുണ്ട് എന്തിനു വേണ്ടിയാണെന്ന്. നാം അതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. What is the purpose of revealing these things to us? നമുക്ക് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്ത് ലക്ഷ്യത്തോടെയാണ്? Deuteronomy 29:29 നാം വായിച്ച ആവർത്തനം 29:29 അതിലെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന്. സ്തോത്രം. അപ്പോൾ ദൈവം നമുക്ക് തന്റെ ഹിതം വെളിപ്പെടുത്തി തന്നത് എന്തിനു വേണ്ടിയാണ്? നാം അതിലെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന്. ഞാൻ അവിടെ 2-3 കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ട്. സകല വചനങ്ങളും അനുസരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിലരുടെ എക്സാം ആന്നിരിക്കട്ടെ, പരീക്ഷ നടക്കുക. പക്ഷെ അവർക്ക് TV കാണാനും അവർക്ക് കാർട്ടൂൺ കാണാനും ഒക്കെയാ ഇഷ്ടം. അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഡാഡി വന്നു വഴക്ക് പറഞ്ഞു, എളുപ്പം പഠിക്കണം പറഞ്ഞ് ഓടിച്ചു വിട്ടു. ഡാഡി പറഞ്ഞത് കൊണ്ട് പേടിച്ച് പോയിരുന്നു വായിക്കാൻ തുടങ്ങി. ഡാഡി വന്നൊന്ന് ഫ്രഷൊക്കെ ആയി ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ ഇവൻ എന്തോ പഠിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ചെന്നു. എന്തോ നീ പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സോഷ്യൽ സ്റ്റഡീസാ. ഓക്കെ, എക്സാം നടക്കുക. ചോദിച്ചു നാളെ എന്തിന്റെ എക്സാമാ? മാത്സിന്റെ. നാളെ എക്സാം മാത്സിന്റെയാ, ഇന്ന് പഠിക്കുന്നത് സോഷ്യൽ സ്റ്റഡീസ്. ചോദിച്ചു സോഷ്യൽ സ്റ്റഡീസിന്റെ പരീക്ഷ എന്നാടാ? അത് ഇന്നലെ ആയിരുന്നു. കഴിഞ്ഞ പരീക്ഷയുടെ പുസ്തകം എടുത്തു വെച്ച് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക. ചോദിച്ചു എടാ നാളത്തെ മാത്സിന്റെ പഠിക്കാതെ കഴിഞ്ഞ പരീക്ഷയുടെ എന്തിനാ വെച്ച് പഠിക്കുന്നത്? ഓ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സോഷ്യൽ സ്റ്റഡീസാ, മാത്സ് എനിക്ക് ഇഷ്ടമല്ല, അത് എനിക്ക് ഭയങ്കര ടഫാണ്. 2 സംഗതി പഠിക്കുന്നത്. എന്താ ഈ കുട്ടി എന്താ പഠിക്കുന്നത്? അവന് ഇഷ്ടമുള്ളതും 2 അവന് ഈസി ആയിട്ടുള്ളതും. അതാ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ദൈവവചനത്തിലെ എന്ത് ചെയ്യണമെന്നാ അവിടെ എഴുതിയിരിക്കുന്നത്? സകല വചനങ്ങളും നാം അനുസരിച്ചു നടക്കണം. പക്ഷേ നാം ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ആ കൊച്ചു കുട്ടിയെ പോലെയാ. നമ്മൾ ഏതൊക്കെ അനുസരിക്കാൻ താല്പര്യം കാണിക്കാറുള്ളത്? നമുക്ക് ഇഷ്ടമുള്ള ചില ഭാഗങ്ങളുണ്ട്, പിന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള സംഗതികളുണ്ട്. അനുസരിക്കുന്നത് പോയിട്ട് വായിക്കുന്നത് പോലും അങ്ങനെയല്ലയോ? അല്ലയോ? സ്തോത്രം. ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഏത് പുസ്തകാ? ഏറ്റവും കുറച്ച് വായിക്കുന്നതോ? നമുക്കറിയാം. ചിലർക്കാണെങ്കിൽ ബാക്കി 65 പുസ്തകവും കുറച്ച് വായിക്കുന്നത്. ഒറ്റ പുസ്തകം വായിക്കും സംഗീതനം. ആ സംഗീതനം എല്ലാം ഒന്നും വായിക്കത്തില്ല, 119 തിരിഞ്ഞേ നോക്കത്തില്ല. നമുക്ക് ഈസി ആയിട്ടുള്ളതും ലളിതമായിട്ടുള്ളതും പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതും മാത്രം അനുസരിച്ചാൽ പോരാ. നമുക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നതോ അനുസരിക്കുവാൻ കട്ടിയാണെന്ന് തോന്നുന്നതോ പോലും ഞാൻ എന്തെങ്കിലും അനുസരിക്കുവാനാണ്
ദൈവം തന്റെ മനസ്സ് നമ്മോട് പങ്കുവെച്ചിരിക്കുന്നത്. അത് നമ്മുടെ സ്വന്തം ഭാഷയിൽ അച്ചടിച്ച് തന്നിരിക്കുകയാണ്. സ്തോത്രം. സ്വന്തം ഭാഷയിൽ. ഇത് ദൈവത്തിന്റെ മനസ്സാകട്ടോ, ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതാണ് വചനത്തിന്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ കർത്താവ് നമുക്ക് തന്റെ ഹിതം അറിയിച്ചിരിക്കുന്നു. സ്തോത്രം. അതിൽ നാം സന്തോഷിക്കണം, അതിൽ നാം സന്തോഷിക്കണം. അടുത്ത ഭാഗത്തേക്ക് ഞാൻ ഓടിക്കയറട്ടെ. ദൈവവചനത്തിന്റെ പഠനം, സ്റ്റഡി ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. ആരോ ഒരു ഭക്തൻ പറഞ്ഞ 5 കാര്യങ്ങൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കാം. നമുക്ക് ഈ പുസ്തകം ദൈവം തന്നിരിക്കുമ്പോൾ 5 കാര്യങ്ങൾ മിനിമം നാം ചെയ്യണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചില സ്ഥലത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, എങ്കിലും ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു. 1, റീഡ് ദ ബൈബിൾ. വേദപുസ്തകം നാം വായിക്കണം. 2, ലേൺ ദ ബൈബിൾ. വചനം നാം പഠിക്കണം. 3, മെഡിറ്റേറ്റ് ദ ബൈബിൾ. ദൈവവചനം നാം ധ്യാനിക്കണം. 4, പ്രാക്ടീസ് ദ ബൈബിൾ. നാം അത് അനുസരിക്കണം. ആൻഡ് 5th, we have to propagate the Bible. നമുക്ക് ദൈവവചനം മറ്റുള്ളവരോട് അറിയിക്കണം. 5 കൂട്ടം കാര്യങ്ങൾ. എന്തൊക്കെ ചെയ്യണം? 1, വായിക്കണം. കുറച്ച് എളുപ്പം പറഞ്ഞു. പഠിക്കണം, ധ്യാനിക്കണം, നമുക്കത് അനുവർത്തിക്കണം. 5, മറ്റുള്ളവരോട് അത് അറിയിക്കണം. ഇതിൽ നമ്മൾ എത്ര കൂട്ടം കാര്യങ്ങൾ ചെയ്യാറുണ്ട്? സ്തോത്രം. നിങ്ങളുടെ സ്വയം ചിന്തനത്തിനായിട്ട് ഞാൻ വിളിക്കാം. നാം ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് ദൈവവചനം പഠിക്കുവാനുള്ള ഒരു ചെറിയ ശ്രമത്തിലാണ് ഇവിടെ. സ്തോത്രം. അതേക്കുറിച്ചും കൂടെ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം നമ്മുടെ വിഷയത്തിലേക്ക് ഓടിക്കയറാം. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മള് കുറിക്കൊള്ളേണ്ട ചില വസ്തുതകൾ. What is the most important ministry in the church? ദൈവസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ഏതാണ്? വേദപുസ്തക പ്രകാരം ചോദിക്കുന്നത്. 1 തിമോത്തിയോസിന് പൗലോസ് എഴുതിയ ആദ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കോളൂ. തിമോത്തിയോസിനുള്ള 1-ാം ലേഖനം 5:17. ഇരട്ടിമാനത്തിന് യോഗ്യരായിട്ടെണ്ണണം. ഇതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരിടത്ത് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ചിലർക്ക് ഓർമ്മ കാണും. ഞാൻ ഇവിടെ ആവർത്തിക്കുന്നതേ ഉള്ളൂ. പൊതുസഭയിൽ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണണം. ഇവിടെ മൂപ്പന്മാരെന്ന് പറയുന്നത് പ്രായം കൂടിയവരോ ചർച്ചിലെ കമ്മിറ്റിക്കാരോ സെക്രട്ടറിയോ എൽഡേഴ്സ് ഒന്നുമല്ല. ചർച്ചിന്റെ പ്രാദേശിക സഭയുടെ ശുശ്രൂഷ ചെയ്യുന്നവരെന്നാണ് ഇവിടുത്തെ അർത്ഥം. പ്രാദേശിക സഭയുടെ ശുശ്രൂഷകന്മാരെ ഇരട്ടിമാനത്തിന് ആരെയാണ് യോഗ്യരായിട്ട് കാണേണ്ടത്? നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ. അതാരാ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ? എന്തോ അവിടെ കോമായിട്ട് പൗലോസ് എഴുതുന്നുണ്ടല്ലോ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, കോമ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണണം, അല്ലെങ്കിൽ കാണണം. അപ്പോൾ ദൈവസഭയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ഏത് ശുശ്രൂഷയാണ്? വചനത്തിന്റെ ശുശ്രൂഷയാണ്. വചനത്തിന്റെ ശുശ്രൂഷയാണ്. ആ വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്, 2 മുഖങ്ങളുണ്ട്. 2 faces of that ministry. ഏതൊക്കെയാണത്? അതേ വാക്യത്തിലുണ്ട്. ഏതൊക്കെയാ 2 മുഖങ്ങൾ? ദൈവവചന ശുശ്രൂഷയുടെ 2 വശങ്ങൾ ഏതൊക്കെയാ? എന്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? 1, ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യക്തമാണ് ചില വേർഷൻസിൽ. 2 ശുശ്രൂഷകൾ. 1, preaching. മലയാളത്തിൽ നാം വായിക്കുന്ന വചനത്തിലും
എന്നെഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം preaching of the word of God എന്നാണ്. ദൈവവചനത്തിന്റെ പ്രസംഗം. അതിന് മൂലഭാഷയിൽ പറയുന്ന വാക്കാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കെരിഗ്മ. കെരിഗ്മ, പ്രസംഗം. രണ്ടാമത്തേത്, രണ്ടാം ഭാഗമാണ് മലയാളത്തിൽ ഉപദേശത്തിൽ എന്ന് നാം കാണുന്നു. അതിന്റെ പേരാണ് ഡിഡാക്കെ യാ ടീച്ചിങ്. അപ്പോൾ ദൈവവചനത്തിന്റെ ശുശ്രൂഷയ്ക്ക് രണ്ട് പ്രധാന മുഖങ്ങൾ. ഏതൊക്കെയാണത്? പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്. പ്രസംഗവും ഉപദേശവും, അല്ലെങ്കിൽ പഠിപ്പീരും. ഇനി നമുക്ക് നോക്കാം, എന്തുവാ പ്രസംഗിക്കേണ്ടത്? What should be preached? സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലുണ്ട്. മാർക്ക് 16:15. എന്തുവാ പ്രസംഗിക്കേണ്ടത്? സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത്. Gospel to be preached. സുവിശേഷം പ്രസംഗിക്കണം. Where to? എവിടെയാ പ്രസംഗിക്കേണ്ടത്? അതായത് സഭയ്ക്കകത്തോ പുറത്തോ എന്ന് പറഞ്ഞാൽ മതി. സഭയ്ക്കകത്താണോ സഭയ്ക്ക് പുറത്താണോ പ്രസംഗിക്കേണ്ടത്? സഭയ്ക്ക് പുറത്ത്. അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, to those not yet heard and believed. ഇതുവരെ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരോടും ഇതുവരെ സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ടില്ലാത്തവരോടുമാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. അപ്പോൾ പ്രസംഗ ശുശ്രൂഷ അധികമായും സഭയ്ക്ക് പുറത്താണ്. ഇനി എന്തുവാ പഠിപ്പിക്കേണ്ടത്? നെക്സ്റ്റ് വൺ. എന്താ പഠിപ്പിക്കേണ്ടത്? വാട്ട് ടു ബി ടോട്ട്? എന്തുവാ? എളുപ്പം പറഞ്ഞു. ലൈവ് ക്ലാസ് ആണല്ലോ. ക്ലാസ്സിനൊരു മുഖവര പറഞ്ഞു വരിക ഞാൻ. എന്തുവാ പഠിപ്പിക്കേണ്ടത്? കുര്യൻ പാസ്റ്റർ മുഖവരയിൽ ആ കാര്യം പറഞ്ഞു. മാത്യു 28:18 and 19. എന്താ ഉപദേശിക്കേണ്ടത്? ഇന്നില്ലാത്തത് കൈപ്പറ്റാൻ എന്താ മാർഗം എന്നാണോ? എന്നും രാവിലെ എഴുന്നേറ്റ് അവകാശപ്പെടണമെന്നാണോ? എന്നും രാവിലെ എഴുന്നേറ്റ് വിശ്വാസത്തോടു കൂടെ പറ, ഞാൻ തോൽക്കത്തില്ല, ഞാൻ ജയിക്കും, എന്റെ ജോലി പോകത്തില്ല, എനിക്ക് പ്രൊമോഷൻ കിട്ടും, എന്റെ പിള്ളേർ തോക്കത്തില്ല, ജയിക്കും. ഇതാണ് പഠിപ്പിക്കണ്ടേ? ഇതാണ് ഉപദേശിക്കണ്ടേ? ഇന്ന് ഇതൊക്കെയാ പലർക്കും ഉപദേശിക്കുന്നത്. പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ആണ് ഇന്ന് പല സഭകളിലും പല വേദികളിലും പഠിപ്പിക്കാറുള്ളത്. നിങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയാസിലൂടെയും ഇന്നും എനിക്കൊരെണ്ണം കിട്ടിയ തരണം. അതുകൊണ്ടാണ് ഞാൻ അതോടെ നിങ്ങൾക്ക് പറഞ്ഞത്. സോഷ്യൽ മീഡിയാസിലൂടെ അങ്ങനെയുള്ള സംഗതികളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നും കിട്ടിക്കാണും. എനിക്ക് കിട്ടി. ആണോ? എന്താ ഉപദേശിക്കേണ്ടത്? പറഞ്ഞാൽ അവിടെ ഉണ്ട്, ആ വാക്യത്തിലുണ്ട്. എന്താ ഉപദേശിക്കേണ്ടത്? യേശു നമ്മോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. അപ്പോൾ ഉപദേശിക്കേണ്ടത് എന്താണ്? ക്രിസ്തുവിന്റെ കൽപ്പനകളാണ്. The commandments of Christ are to be taught in the church. സഭയിൽ ജനത്തെ പഠിപ്പിക്കേണ്ടത് ക്രിസ്തുവിന്റെ കൽപ്പനകളാണ്.
അപ്പൊ പിന്നെ ലേഖനങ്ങളൊന്നും വേണ്ട അല്ലേ? സുവിശേഷ പുസ്തകങ്ങളിലെ ചില വേർഷൻസിലൊക്കെ ചുമല മഷിയിൽ അച്ചടിച്ചിരിക്കുന്നത് മാത്രം മതിയപ്പോ അല്ലേ? അല്ല, യേശുക്രിസ്തുവിന്റെ കൽപ്പനകളുടെ വിശാല രൂപമാണ് ലേഖനങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ലേഖനങ്ങൾ ക്രിസ്തു കൽപ്പിച്ച കൽപ്പനകളുടെ ഉപദേശ രൂപങ്ങളാണ്. ഉപദേശ രൂപങ്ങളാണ്. നമുക്ക് എവിടെ നിന്നുള്ള പ്രസംഗം കേൾക്കാനാ കൂടുതൽ ഇഷ്ടം? പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ? നിങ്ങൾ പിണങ്ങി എന്നോട്? എവിടുത്തെ പ്രസംഗം കേട്ടാൽ നമുക്ക് പെട്ടെന്ന് ആത്മാവ് വരുന്നേ? പഴയ നിയമത്തിലേതോ പുതിയ നിയമത്തിലേതോ? സ്തോത്രം. എവിടുത്തെ പ്രസംഗം കേട്ടിട്ട് പോകുമ്പോഴാ ദൈവം എന്നോട് സംസാരിച്ചെന്നൊരു തോന്നലുണ്ടാകുന്നേ? പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ? സ്തോത്രം. പഴയ നിയമത്തിലെ ചില കഥാപാത്രങ്ങളുടെ ജീവചരിത്രമൊക്കെ കേട്ടിട്ട് നാം ഭയങ്കര സന്തോഷഭരിതരായി പോകാറുണ്ട് പലപ്പോഴും. ആ പ്രസംഗമൊക്കെ പ്രസംഗിച്ചാൽ ഇരിക്കുന്ന ജനമൊക്കെ AC-ക്കകത്തിരുന്നും വിയർക്കും. അത്രയ്ക്ക് സന്തോഷമാണ്. അതേസമയം ക്രിസ്തുവിന്റെ കൽപ്പനകളുടെ ഉപദേശ രൂപങ്ങളായ ലേഖനങ്ങളിലെ കാര്യമാത്ര പ്രസക്തമായ വസ്തുതകൾ നമ്മോട് വിവരിച്ചാൽ നമുക്കാർക്കും ഹല്ലേലൂയായും സ്തോത്രവും സന്തോഷവും അന്യഭാഷയും ഒന്നും വരാറില്ല പലപ്പോഴും. അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ചില ദൈവജനമുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു രീതി മനസ്സിലാക്കി പലപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരും എന്തിനാ വെറുതെ ശല്യം ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളമ്പുന്നവരാണ്. അതും കൂടെ ആകുമ്പം, ഇത് രണ്ടും കൂടെ ആകുമ്പം സംഗതി കുശാലായി. പിന്നെ ചിലരുണ്ട് ചുരുക്കം ചിലരുണ്ട്, ഇനി വേദി കിട്ടിയില്ലേലും വേണ്ടില്ല, കയ്യടി കിട്ടിയില്ലേലും വേണ്ടില്ല, കാശ് പോക്കറ്റിൽ വന്നില്ലേലും വേണ്ടില്ല, ക്രിസ്തു കൽപ്പിച്ചതൊക്കെ തന്നെ പഠിപ്പിക്കത്തുള്ളൂ, പ്രസംഗിക്കത്തുള്ളൂ എന്ന് ശഠിക്കുന്നവർ, അവരെ പലർക്കും കയ്പാണ് താനും. സ്തോത്രം. ഞാൻ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ, നമ്മളൊക്കെ നാട്ടിൽ വന്നവരാണല്ലോ, ഇവിടെ ജനിച്ച് വളർന്നു വന്ന് കുറച്ച് കുഞ്ഞുങ്ങളേ ഉള്ളൂ. നമ്മുടെയൊക്കെ നാട്ടിലെ, പ്രത്യേകിച്ച് ഞങ്ങൾ ആമ്പിള്ളാരായിരുന്നല്ലോ. എന്റെയൊക്കെ ഫാദർ ആണെങ്കിൽ രക്ഷിക്കപ്പെട്ട ആളൊന്നും അല്ലായിരുന്നു. 10, 80, 100 പിടിയൊക്കെ ഒരു ദിവസം വലിച്ച് തള്ളുന്നയാളാ. അപ്പൊ ഞങ്ങൾക്ക് തീരെ കുഞ്ഞിലെ ബീഡി എന്തോ സിഗരറ്റ് ഒന്നും അറിയത്തില്ലെങ്കിലും മൂക്കിൽ കൂടെ പുക വിടുന്നത് ഭയങ്കര ഹരമായിരുന്നു. അതിനുവേണ്ടി അപ്പച്ചൻ വലിച്ചിട്ട് കളയുന്ന ബീഡിയുടെ മുറിയൊക്കെ എടുത്ത് ഞങ്ങൾ കട്ടലിന് കീഴിലൊക്കെ ഇരുന്ന് വലിക്കാൻ തുടങ്ങി. പക്ഷെ പുക വരുന്ന കണ്ടോണ്ട് അപ്പച്ചൻ പിടിക്കുമായിരുന്നു. അപ്പച്ചൻ ബീഡി വലിക്കുമെങ്കിലും മക്കളായ ഞങ്ങൾ ഇത് ചെയ്യുന്നത് അപ്പൻ വിലക്കും. അപ്പോൾ ബീഡി വലിക്കാനോ വെറ്റില മുറുക്കാനോ ഒന്നും വീട്ടിൽ അപ്പനും അമ്മയെ സമ്മതിക്കില്ലായിരുന്നെങ്കിലും സ്കൂളിനടുത്ത് മാടക്കട കെട്ടിയ ചില കൊച്ചേട്ടന്മാരുണ്ടായിരുന്നു. ഇവര് ഞങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ട് ബാഗൊക്കെ പിടിച്ച് പുസ്തകമൊക്കെ പിടിച്ച് പോകുമ്പം പതിയെ ഞങ്ങളെയൊക്കെ വിളിക്കാനും, വിളിച്ചിട്ട് ആദ്യമൊക്കെ ഫ്രീയിൽ തരും ഇതേലെ ഓരോന്ന്. അപ്പം ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ തോന്നും, ഞങ്ങളുടെ അപ്പച്ചനേക്കാൾ, ഞങ്ങളുടെ അച്ഛനേക്കാൾ, ഞങ്ങളുടെ പപ്പായേക്കാൾ എന്ത് നല്ലതായി കൊച്ചേട്ടൻ. എന്താ? അപ്പൻ ഞങ്ങൾക്കൊരു മുറിവീടി വലിക്കാൻ പോലും തരത്തില്ല. ഈ കൊച്ചേട്ടൻ വിളിച്ചിട്ട് മുഴുവനെ കത്തിച്ചു തരുത്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചൊരു വിഷയം എന്നോട് പേഴ്സണലി പറഞ്ഞ കാര്യം, ദൈവത്തെ നാം ആരും ആ കൊച്ചേട്ടന്മാരായിട്ട് കണക്കാക്കരുത്. മറിച്ച് നമുക്കിഷ്ടമുള്ള പലതും വിലക്കുന്ന ഒരു നല്ല അപ്പനായിട്ട് കാണണം. ആ അപ്പന്റെ മക്കളായ ശുശ്രൂഷകന്മാരുണ്ട്. അവരും നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന മധുരമുള്ളതായിരിക്കില്ല തരുന്നത്,
മറിച്ച് നാം കേൾക്കേണ്ട അല്പം കയ്പുള്ളതായിരിക്കും തരുന്നത്. അവരെ കൊച്ചേട്ടന്മാരായിട്ട് കാണരുത്, അവർ നമ്മെ സ്നേഹിക്കുന്ന പിതാക്കന്മാരായി നാം അവരെ കണ്ടോണം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഡയബറ്റീസ് ഉള്ള അച്ചായന് അയലത്തുകാലത്ത് വേണേ പായസം കൊടുക്കും, സ്വന്തം ഭാര്യയോ പാവയ്ക്കായി കൊടുക്കും. ഇതിലാർക്കാ സ്നേഹം? ഇതിലാർക്കാ സ്നേഹം? കഴിഞ്ഞൊരു ദിവസവും ഞങ്ങളുടെ കൂടെ ഇവിടെ കൊണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾക്ക് കൊണ്ടൊന്ന് കൂടുതൽ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ പറഞ്ഞു, ഭർത്താവ് ഇരിക്കുന്നു, കൊടുത്തുകൂടെ? വേണ്ട, അത് കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് തരിക. അപ്പൊ അല്ലേ, അല്പം കയ്പുള്ളത് ഉപദേശ രൂപേണ ക്രിസ്തുവിന്റെ കൽപ്പന നമുക്ക് പകർന്നു തരുന്ന ദൈവദാസന്മാർ നമ്മുടെ ഭൗതിക നന്മയിലും ഉയർച്ചയിലും ഒന്നും അസൂയുള്ളവരല്ല, പ്രത്യുത നമ്മുടെ ആത്മീയ ആരോഗ്യത്തിൽ കരുതലുള്ളവരാണ്. അത് തിരിച്ചറിയുവാൻ നമ്മുടെ ഉൾക്കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടണം. ദൈവവചനത്തിലെ ഉപദേശത്തെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ക്രിസ്തുവിന്റെ കൽപ്പനകൾ. ഈ കൽപ്പനകൾ അകത്തോ പുറത്തോ, ഈ ഉപദേശം അകത്തോ പുറത്തോ? സഭയ്ക്ക് അകത്താണോ വേണ്ടത്, സഭയ്ക്ക് പുറത്താണോ വേണ്ടത്? സഭയ്ക്ക് അകത്ത്. അപ്പോൾ ദൈവവചനത്തിന്റെ രണ്ട് ശുശ്രൂഷകൾ, ഒന്ന് പ്രസംഗം, മറ്റൊന്ന് ഉപദേശം. പ്രസംഗം എവിടെ? പുറത്ത്. പഠിപ്പീരെവിടെ? ഉപദേശം എവിടെ? അകത്ത്. ഇന്ന് നടക്കുന്നതോ? ഇന്ന് നടക്കുന്നതോ? സ്തോത്രം. നമുക്ക് കേൾക്കാൻ ഏതാ ഇഷ്ടം? ഉപദേശം കേൾക്കാനാണോ അതോ പ്രസംഗം കേൾക്കാനാണോ ഇഷ്ടം? ഏതാ ഇഷ്ടം? സത്യമായിട്ട് പറഞ്ഞാൽ പ്രസംഗം കേൾക്കാൻ ഇഷ്ടം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് രണ്ട് ഏലസായിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇട്ട് കൊടുത്തില്ലേ ഞങ്ങൾ ഇടിപ്പിക്കുമല്ലോ. സന്തോഷത്തോടെ പറഞ്ഞാട്ടെ. ഉണ്ടല്ലോ ശൈലി. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവവചന പഠനത്തിന് വചനം പറയുന്ന ഊന്നൽ കൊടുക്കുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. ദൈവ വചന പഠനത്തിന്. അതുകൊണ്ട് ഈ പഠനം ആകുമ്പോൾ ഒരു പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചിലടത്തൊക്കെ ക്ലാസ് എന്ന് പേര് വെച്ചാലും നടക്കുന്നത് പ്രസംഗം. നമുക്കതാ ഇഷ്ടവും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടം അതാണെന്നത് കൊണ്ട് പലപ്പോഴും ഞങ്ങൾ ചുവട് മാറ്റാറുണ്ട്. എന്നാൽ അങ്ങനെ ആകരുത്. നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിക്കാം. അത് മുഴുവനുമായിട്ട് അനുസരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേട്ടിട്ട് അവിശ്വാസികളായിരുന്ന യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചു. വിശ്വസിച്ചവർ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ വാക്ക് കൈക്കൊണ്ട് സ്നാനമേറ്റു. സ്നാനമേറ്റ് കഴിഞ്ഞ് പിന്നെ അവരെന്ത് ചെയ്തു? മുമ്പ് നാം കേട്ടു, എങ്കിലും ഞാൻ ആവർത്തിക്കുക. അവർ അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേട്ടു. എന്തോ? അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേട്ടു. ശരിയോ തെറ്റോ? തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറഞ്ഞു. പിന്നെ അവർ പ്രസംഗം കേട്ടില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഉപദേശം കേട്ടു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പ്രസംഗം കേട്ടു. പ്രസംഗം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. വിശ്വസിച്ച് സ്നാനമേറ്റ് സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞ് അവരെന്ത് ചെയ്തു? ഉപദേശം കേട്ടു. നാം ദൈവവചനം സസൂക്ഷ്മമായി പഠിക്കുന്നവരാകണം. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഉപദേശത്തിന്റെ കാറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടും, അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും. നമ്മുടെ പഴയ അപ്പച്ചന്മാര് പറയുമായിരുന്നത് പോലെ ഷട്ടിൽ സർവീസ് നടത്തുന്നത്. ഒരു ഉപദേശം കൊണ്ട് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് പോകും, വേറൊരാള് അതിന് വിരോധമായിട്ട് വരുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകും. ഒടുവിൽ പറയും ആകെപ്പാട് കൺഫ്യൂഷൻ ആ പാസ്റ്റർ. എന്താ കൺഫ്യൂഷൻ? ദൈവവചനം നാം പഠിക്കണം. സ്തോത്രം. പഠിക്കണം. ആ ദൈവവചന പഠനത്തിന് വേണ്ടിയാണ് നാം ഈ ദിവസങ്ങളിൽ സമയം വേർതിരിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
വിഷയം നാം പഠിക്കുന്നത്. നമ്മുടെ വിഷയം എന്താണ്? ആത്മാവിൽ ജീവിക്കുകയും വളരുകയും ചെയ്യുക. ലിവ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഗ്രോ ഇൻ സ്പിരിറ്റ്. ഈ വിഷയത്തിന്റെ ഉദ്ദേശം, ഈ വിഷയ പഠനത്തിന്റെ ഉദ്ദേശം കൂടെ പറഞ്ഞ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറിയാണ്. ഇതുവരെ പൊതുവായ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. പൊതുവെ എപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിനും പഠനത്തിനും ഉതകുന്ന ചില വസ്തുതകളായിരുന്നു ഞാൻ ഓർപ്പിച്ചത്. ഈ വിഷയം നാം പഠിക്കുവാനുള്ള ഒന്നാമത്തെ ലക്ഷ്യം, to have a scriptural knowledge of the person and work of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെക്കുറിച്ചും പ്രവർത്തികളെക്കുറിച്ചും ഉള്ള വചനാനുസൃതമായ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കുക. വചനാനുസൃതം പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെയും നാം അറിയുക. 2, to get into a fair scriptural acquaintance with him. ദൈവവചനപ്രകാരമുള്ള ഒരു ശരിയായ ബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവുമായി നാം പ്രവേശിക്കുക. ഒന്ന്, നാം അറിയുക വചനപ്രകാരം. 2, എന്തുണ്ടാവുക? ഒരു ബന്ധമുണ്ടാവുക, ഒരു ബന്ധമുണ്ടാവുക. 3, ആ ബന്ധത്തിന്റെ ചില വശങ്ങൾ. Thus to establish a relationship with the Holy Spirit. ആ ബന്ധത്തിന്റെ 5 സംഗതികളുണ്ട്. അതിന് 5 തലങ്ങൾ ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. It's a quiet personal relationship. പരിശുദ്ധാത്മാവുമായി നമുക്കുണ്ടാകേണ്ട ബന്ധത്തിന്റെ ആദ്യ ഭാഗം എങ്ങനെയുള്ള ബന്ധമാണ്? വ്യക്തിപരമായ, തികച്ചും വ്യക്തിപരമായ ഒരു ബന്ധം. 2, an intimate relationship, വളരെ അടുത്ത ഒരു ബന്ധം. 3, a consistent and a persistent relationship, വളരെ നിരന്തരതയുള്ള, നിലനിൽക്കുന്ന ബന്ധം, നിരന്തരതയുള്ള ഒരു ബന്ധം. 4, an eventually growing relationship, സമയത്തിനനുസരിച്ച് വളരുന്ന ഒരു ബന്ധം, വളരുന്ന ഒരു ബന്ധം. നമ്മുടെ വിഷയം ആത്മാവിൽ വളരുക, വളരുന്ന ബന്ധം. 5, അങ്ങനെ പോയാൽ നാം സ്ഥാപിക്കുന്ന ബന്ധത്തിന്റെ 5ാമത്തെ പ്രത്യേകതയാണ് it will be an inseparable relationship. വേർപെടുത്തുവാൻ കഴിയാത്ത ഒരു ബന്ധമായിരിക്കും. സ്തോത്രം. ഞാൻ പണ്ട് കേരളത്തിൽ ടിവിയില് ഫെവിക്കോളിന്റെ പരസ്യം കണ്ടിട്ടുണ്ട്. 2 ആന പുറത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്നു. അതിന്റെ വാലോ കാലോ ഒക്കെ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു വെച്ചേക്കുന്നു. ഈ ആനകൾ രണ്ടും 2 വശത്തേക്ക് പിടിക്കുക, പക്ഷെ ഇവ തമ്മിൽ വേർപെടുന്നില്ല. ഫെവിക്കോളിന്റെ പരസ്യ. ആന പിടിച്ചിട്ടും ഫെവിക്കോളിന്റെ ബന്ധം വിടുന്നില്ലെന്ന്. നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായി നാം സ്ഥാപിക്കേണ്ട ബന്ധം, പരിശുദ്ധാത്മാവുമായി നാം സ്ഥാപിക്കേണ്ട ബന്ധം, ത്രിയേക ദൈവവുമായി നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധം എങ്ങനെയുള്ള ബന്ധമാണ്? ഈ 5 പ്രത്യേകതകളുള്ള ബന്ധമായിരിക്കണം. 1, എന്തായിരിക്കണം? വ്യക്തിപരമായി ഒരു ബന്ധം. സ്തോത്രം. ദാവീദ് പറയുന്നത് കാര്യം നമുക്കറിയാമല്ലോ, യഹോവ എന്റെ ഇടയനാകുന്നു. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ പപ്പായും മമ്മിയും തന്നെ കുഞ്ഞുങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, മമ്മി ആരുടെയാ, പപ്പ ആരുടെയാ? നമ്മുടെ കുഞ്ഞുങ്ങൾ എന്റെ മമ്മിയാ, എന്റെ ഡാഡിയാ, എന്റെ പപ്പ എന്നൊക്കെ പറഞ്ഞൊക്കെ നമുക്ക് എന്തൊരു സുഖമാ. അതുപോലെ നമുക്ക് കർത്താവുമായിട്ട് എന്തു വേണം? ഒരു വ്യക്തിപരമായ ബന്ധം വേണം. എന്റെ കർത്താവേ എന്ന് നമ്മൾ പാട്ട് പാടുമ്പോഴും എന്നേശു പൊന്നേശു എനിക്ക് എത്ര നല്ലവൻ, എന്നേശു പൊന്നേശു എന്നൊക്കെ കർത്താവിനോട് വ്യക്തിപരമായിട്ട് ആ സ്നേഹമസൃണമായ സംസാരത്തിൽ നാം ഏർപ്പെടാറുണ്ടോ?
അങ്ങനത്തെ ഒരു വ്യക്തിബന്ധം നമുക്ക് കർത്താവുമായിട്ടുണ്ടോ? ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവുമായി അങ്ങനെയുള്ള ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കണം. അതെങ്ങനെയുള്ള ബന്ധമായിരിക്കണം? ആഴമുള്ള ബന്ധമായിരിക്കണം, വളരെ അടുത്ത ബന്ധമായിരിക്കണം. It should be an intimate relationship. വളരെ അടുത്ത ബന്ധം. 3, അത് എന്നും നിലനിൽക്കുന്ന ഒരു ബന്ധമായിരിക്കണം. 4, അത് വളരുന്ന ബന്ധമായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് 5ാമത്തെ ഭാഗത്തിൽ വേർപെടുത്തുവാൻ കഴിയാത്ത, ഭേദിപ്പാൻ കഴിയാത്ത അഭേദ്യമായ ബന്ധമാകുന്നത്. വാളുകൊണ്ട് വെട്ടിയാലും ഈ ബന്ധം തീരത്തില്ല, തീയിൽ കത്തിച്ചാലും ഈ ബന്ധം തീരില്ല, സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടാലും ഈ ബന്ധത്തിന് ഉലച്ചിലുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ബന്ധത്തിൽ നമുക്ക് കർത്താവുമായി, ദൈവാത്മാവുമായി എത്തിച്ചേരണം. ഈ പഠനത്തിലൂടെ നാം അത് ആഗ്രഹിക്കുന്നു. 4ാമത്തെ purpose, to experience the promised Holy Spirit in bearing the fruit and exercising the gifts. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചും ആത്മാവിന്റെ വരങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കിയും കൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിക്കണം. നമുക്ക് എന്ത് വേണം? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കാൻ പ്രയാസം തോന്നുന്നുണ്ടോ? പറഞ്ഞു, നിങ്ങൾ തുറന്നു പറഞ്ഞു. മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഞാനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലാക്കാൻ പ്രയാസം തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ? ഉറച്ചു പറഞ്ഞു. ഉണ്ടെന്നുള്ളവരൊന്ന് കൈ നോക്കിക്കണേ. മനസ്സിലാക്കാൻ പ്രയാസം തോന്നുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞതേ ഉള്ളൂ, അതിനു മുമ്പ് പ്രയാസം തോന്നിയ? ഇതേ ഉള്ളൂ ഇതിനു മുമ്പുള്ളത്? ഒന്നുകൂടെ പറയാൻ വേണ്ടിയാ ഈ പറഞ്ഞോട്ടെ. മുമ്പ് പറഞ്ഞ 3 ഉദ്ദേശങ്ങൾ നമ്മളിപ്പോ 4ാമത്തെയാ. ആ 3 ആവർത്തിക്കണോ അതോ ഈ 4ാമത്തേത് മാത്രം വിവരിച്ചാൽ മതിയോ? 4ാമത്തെ മതി. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ബൈബിൾ ക്ലാസ്സാ, പ്രസംഗമല്ല. ഇത്ര സമയത്തിനകം ഇത്രയും പ്രസംഗം ചെയ്ത് തീർക്കണമെന്നൊന്നും ഒന്നുമില്ല. പറയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും തിരിയണം. തിരിഞ്ഞില്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് അങ്ങനെയാ. അതുകൊണ്ടാ ഞാൻ ചിലപ്പം പറയാറുണ്ട്, ഇങ്ങനെ ശാന്തമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ഒരു കാര്യം തന്നെ ആവർത്തിച്ച് പതിയെ നിങ്ങൾക്ക് തിരിയുന്നത് പോലെ പറഞ്ഞിട്ട് അതിൽ തന്നെ പലതും നമുക്ക് തിരിയുന്നില്ലെങ്കിൽ ഇവിടെ എല്ലാം കൂടെ ഓടി നടന്ന് ഇതിന്റെ നമ്മുടെ ചെവിയുടെ ഡയഫ്രം പോകുന്ന പോലെയും ഇതിന്റെ സ്പീക്കറിന്റെ സംഗതികളൊക്കെ പൊട്ടിപ്പോകുന്ന പോലെയൊക്കെ പറഞ്ഞാൽ എന്ത് തിരിയും നമുക്ക്? പക്ഷെ നമ്മൾ പറയും ഭയങ്കര പ്രസംഗമായിരുന്നു. എന്താന്ന് ചോദിച്ചാൽ പേടിയും പോകുക. മനസ്സിലാകുന്നുണ്ടേ? സ്തോത്രം. പറയാം, നാം ഈ പഠിക്കുന്നതിന്റെ 4ാമത്തെ ഉദ്ദേശം, നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചാൽ പോരാ, നമുക്ക് ആ ദൈവാത്മാവിനെ അനുഭവിക്കണം. അനുഭവിക്കുവാനുള്ള 2 സംഗതികൾ എന്തൊക്കെയാ? ഒന്ന്, നമ്മിൽ നിന്ന് ആത്മാവിന്റെ ഫലം പുറപ്പെടണം. നമുക്ക് ആത്മാവിന്റെ ഫലം കായ്ക്കണം. 2, ആത്മാവ് നൽകുന്ന വരങ്ങൾ, ആത്മദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലുമൊക്കെ നമുക്കത് പ്രായോഗികമാക്കണം. ഈ 2 രീതിയിൽ നമുക്ക് ആത്മാവിനെ അനുഭവിക്കണം. ദൈവാത്മാവിനെ നമുക്ക് എങ്ങനെ അനുഭവിക്കണം? ഒന്നാമത്തെ സഹോദരന്മാർ പറഞ്ഞു, 2ാമത്തെ രീതി സഹോദരിമാർ പറഞ്ഞു. എങ്ങനെ ആത്മാവിനെ അനുഭവിക്കുന്നത്? ആത്മാവിന്റെ
ഫലം നമുക്ക് പുറപ്പെടുവിക്കണം. ആത്മഫലം നമുക്ക് പുറപ്പെടുവിക്കണം. രണ്ടാമത്തേത്, ആത്മവരങ്ങൾ നമുക്ക് എക്സസൈസ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, സഭാജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, അകത്ത് പുറത്ത് ഒക്കെ ദൈവാത്മാവ് തരുന്ന ഗിഫ്റ്റ്സ്, കൃപാവരങ്ങൾ, കൃപാദാനങ്ങൾ നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ ഫലവും വരങ്ങളും, ഫ്രൂട്ട് ആൻഡ് ഗിഫ്റ്റ്സ്, ഫ്രൂട്ട് ആൻഡ് ഗിഫ്റ്റ്സ്. വ്യത്യാസം മനസ്സിലായോ? ഇന്നലെയും രാവിലെ ഞാൻ ഒരു സഭയിൽ അക്കാര്യം പറഞ്ഞിരുന്നു. ഇവിടെ ചിലർക്ക് മനസ്സിലായി. ഫ്രൂട്ട്സ് എന്നല്ല, ഫലങ്ങൾ എന്നല്ല, ഫലം ഒന്നേ ഉള്ളോ? പിന്നെ ഒന്നിലധികം ഉണ്ടെങ്കിലും ബഹുവചനമല്ല ഉപയോഗിക്കുന്നത്, ഏകവചനമാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം മുഴുവനും ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കാം, ഉണ്ടായിരിക്കണം. മനസ്സിലായോ? എന്നാൽ ഗിഫ്റ്റ്സിനെ പലതുണ്ട്, പക്ഷേ അത് ബഹുവചനത്തിൽ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് കൊടുക്കുന്ന വരങ്ങൾ ഒരൊറ്റ വ്യക്തിയിൽ എല്ലാം കൂടെ ഒരു കുലയായിട്ട്, മനസ്സിലായോ? ഒരിക്കലും ഉണ്ടാവുകയില്ല. അത് ഓരോ അവയവങ്ങൾ പോലെ ഓരോരോരോരുത്തർക്ക് കൊടുക്കും. ചിലപ്പോ 1-2 ഒക്കെ കിട്ടിയിരിക്കും, ചിലപ്പോ 2-3 കിട്ടിയിരിക്കും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എല്ലാം ഒരു വ്യക്തിയിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അതേസമയം അങ്ങനെയല്ല ഫലത്തിന്റെ വിഷയം. വരം എനിക്കൊന്നും ഇല്ലാത്തതുപോലെ ഫലവും എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റത്തില്ല. മനസ്സിലായോ? എനിക്ക് ആത്മാവിന്റെ വരമൊന്നുമില്ല, സമ്മതിച്ചു. അതുകൊണ്ട് എനിക്ക് ആത്മാവിന്റെ ഫലവുമില്ലെന്നും പറഞ്ഞ് തഴുതപ്പാൻ പറ്റത്തില്ല. എനിക്ക് ആത്മാവിന്റെ ഒരു വരയുള്ളൂ, അതുകൊണ്ട് എനിക്ക് ആത്മാവിന്റെ ഒരു ഫലം മതി എന്ന് വെച്ചാലും രക്ഷപ്പെടത്തില്ല കേട്ടോ. ഇനി ഒരു വരവും അങ്ങനെ ആരില്ല എങ്കിൽ തന്നെ അങ്ങ് ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കുക. ഒരു വരവും ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ശരി, ഫലം ഇല്ലാതിരിക്കുവാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏതിനു വേണ്ടിയാണ് നിങ്ങൾ ഇതുവരെ ഉപവസിച്ചിട്ടുള്ളത്? ആത്മാർത്ഥമായിട്ടൊന്ന് പറയാം. രണ്ടിനു വേണ്ടി ഉപവസിച്ചിട്ടില്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കാണത്തില്ലായിരിക്കും, മാറ്റിവെച്ചൊക്കെ ചെയ്ത് കാണും മിക്കാറ്. ഡിസംബർ മാസത്തെ മിക്കാറ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പുതു കൃപയോടുകൂടെ പുതുവർഷത്തിൽ പ്രവേശിപ്പാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. ആത്മാവിന്റെ ഫലം ഒന്നുപോലും കുറയാതെ ദൈവമേ എന്നിൽ പൂത്തുലയുവാൻ, എന്നിലത് കായ്പാൻ ഇടവരുത്തണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുള്ള, അതിനുവേണ്ടി ഉപവസിച്ചിട്ടുള്ള എത്ര ഭക്തന്മാരുണ്ട്? വരങ്ങൾക്ക് വേണ്ടി നാം ഒത്തിരി പ്രാർത്ഥിച്ചു കാണും, പലരെ കൊണ്ടും പ്രാർത്ഥിപ്പിച്ചും കാണും. ഈ കാലത്ത് അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഇംപാർട്ടേഷൻ എന്ന് പറഞ്ഞ്. ഇംപാർട്ടേഷൻ എന്നാൽ നമ്മുടെ ഈ പഠനത്തിന്റെ 4ാമത്തെ ഉദ്ദേശമായി പറഞ്ഞത്, നമുക്ക് ഈ 2 വിഷയങ്ങളിലും ഈ 2 രീതികളിലും ദൈവാത്മാവിനെ എന്ത് ചെയ്യണം? അനുഭവിക്കണം. We have to experience the Holy Spirit. എങ്ങനെയൊക്കെ? ആത്മാവിന്റെ ഫലമുള്ളവരായും 2 ആത്മാവിന്റെ വരങ്ങളുള്ളവരായും. അപ്പൊ മനസ്സിലായോ? ഇതുവരെ ഉള്ളതിന് വേറെ എന്തിനേലും വിശദീകരണം ആവശ്യമുണ്ടോ? മുമ്പോട്ട് പൊക്കോട്ടെ, ഏതാനും മിനിറ്റുകൾ കൂടെ.
പൊക്കോട്ടെ. ഓക്കെ. 5, acknowledging the utmost gift of God for the church and its definite purpose. ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ്, ദാനത്തെ കുറിച്ച് മനസ്സിലാക്കുകയും അതിന്റെ ഉദ്ദേശം നാം തിരിച്ചറിയുകയും ചെയ്യണം. ഈ പഠനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട 5ാമത്തെ ഉദ്ദേശം, നാം നിറവേറ്റേണ്ട 5ാമത്തെ ഉദ്ദേശം എന്താണത്? ദൈവസഭയ്ക്ക് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ദാനത്തെ നാം മനസ്സിലാക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ദൈവം ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ ദാനം എന്താ? ലോകത്തിന്, the utmost gift God gave for the world. ലോകത്തിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ദാനം ജീസസ്, യേശു ക്രിസ്തു, ദൈവപുത്രൻ. ആ പുത്രനിൽ വിശ്വസിച്ച് ദൈവസഭയിൽ വന്ന ദൈവജനത്തിന്, ദൈവസഭയ്ക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ദാനം എന്താണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഈ 5ാമത്തെ ലക്ഷ്യം പറഞ്ഞത്, ദൈവം സഭയ്ക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ദാനം. ഒത്തിരി ദാനങ്ങളുണ്ട്. അതിൽ 3 ദാനങ്ങളെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ സഭയിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ജോൺ തോമസ് മാസ്റ്റർ വെച്ചിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ ഏറ്റവും 1ാമത്തെ ദാനം ഏതാണ്? ആ ദാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മ ദാനത്തെ കുറിച്ച് നാം നന്നായിട്ട് മനസ്സിലാക്കുക. ഇന്നും രക്ഷിക്കപ്പെട്ട പലരും ചിന്തിക്കുന്നത്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം നമുക്ക് നൽകുന്ന ദാനം വേറെ ഏതാണ്ടൊക്കെയാണെന്നാ. അല്ല, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും, അന്നത്തിനു പോലും വകയില്ലെങ്കിലും ദൈവം ദൈവസഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം തന്റെ പരിശുദ്ധാത്മാവാണ്. അത് ദൈവസഭ തിരിച്ചറിയണം. സ്തോത്രം. ദൈവസഭ തിരിച്ചറിയണം. രാഷ്ട്രീയ സ്വാധീനമുള്ള നേതാക്കളോ, നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളും ഒറ്റയ്ക്ക് നടത്തിത്തരാൻ കഴിവുള്ള കാശുള്ള വിശ്വാസികളോ ഒന്നുമല്ല ദൈവം സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം. സ്തോത്രം. ഇതൊന്നും സഭയ്ക്ക് ഉണ്ടായിരുന്നില്ല ആദ്യകാലങ്ങളിൽ. പക്ഷേ അന്നും ആരുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ആ പരിശുദ്ധാത്മാവ് മാത്രം പര്യാപ്തമായിരുന്നു സഭയ്ക്ക്. ആ ദാനത്തെ കുറിച്ച് നാം തിരിച്ചറിയണം, വളരെ നന്നായി തിരിച്ചറിയണം. ഈ 5 സംഗതികളാണ് നമ്മുടെ ഇന്നത്തെ പഠനത്തിന്റെ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലെ പഠനത്തിന്റെ പ്രത്യേകമായ ഉദ്ദേശം. ആദ്യം പറഞ്ഞത് പൊതുവായ ഉദ്ദേശവും ഇപ്പോൾ പറഞ്ഞത് വിശേഷമായ ഉദ്ദേശമാണ്. ഏറ്റവും ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ തുടങ്ങിയത് ആ 3 കാര്യം പറഞ്ഞോണ്ടാ. ഓർമ്മയുണ്ടോ? ക്ലാസ് ആയോണ്ട് ചോദിക്കുകയും ചെയ്യാമല്ലോ, ഇടയ്ക്ക് പരീക്ഷ ഇടാമല്ലോ. ഡിക്റ്റേഷൻ ഓർമ്മയുണ്ടല്ലോ. To know Christ more clearly. 2, കർത്താവിനെ അടുത്ത് അനുഗമിപ്പാൻ. 3, കുറെ കൂടെ ഹൃദ്യമായി കർത്താവിനെ സ്നേഹിപ്പാൻ. ഇപ്പോൾ നാം പറഞ്ഞ 5 കാര്യങ്ങൾ എന്തൊക്കെയാ? 1, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെ കുറിച്ചും പ്രവൃത്തികളെ കുറിച്ചും. 2 സംഗതിയാണ്, പേഴ്സൺ ആൻഡ് വർക്ക്. വ്യക്തിത്വത്തെ കുറിച്ചും അല്ലെങ്കിൽ ആളത്വത്തെ കുറിച്ചും പരിശുദ്ധാത്മ പ്രവൃത്തികളെ കുറിച്ചുമുള്ള വചനാനുസൃതമായ ഒരു അറിവ് നമുക്കുണ്ടാവുക. 2ാമത്തേത്, പരിശുദ്ധാത്മാവുമായി നമുക്ക് ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുക. 3ാമത്തേത്, ആ ബന്ധത്തിന്റെ 5 പ്രത്യേകതകൾ. 4ാമത്തേത്, പരിശുദ്ധാത്മാവിന്റെ ഫലമുള്ളവരായും വരമുള്ളവരായും നാം തീരുക, വരങ്ങൾ ഉള്ളവരായും തീരുക. 5ാമത്തേത്, ദൈവം തന്റെ സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിനെ നാം ആകമാനമായ രീതിയിൽ അടുത്തറിയുക. ഈ 5 ലക്ഷ്യങ്ങൾ
ദൈവത്തിന്റെ വചനത്തിൽ അടുത്തതായിട്ട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്, ദൈവവചനത്തിൽ ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. ഈ വാഗ്ദത്തങ്ങളെ നാം തരം തിരിച്ചു പഠിക്കണം. പക്ഷെ ഇന്ന് ആ തരംതിരിവ് പലയിടത്തും കാണുന്നില്ല. കണ്ണിൽ കാണുന്ന വാഗ്ദത്തങ്ങൾ മുഴുവനും നമ്മുടേതാണെന്നും പറഞ്ഞ് അവകാശം പറഞ്ഞ് നടക്കാം. എനിക്കറിയില്ല ഇവിടെയൊക്കെ ഒരു രീതി ഉണ്ടോ എന്ന്, നാട്ടിലൊക്കെ പലയിടത്തുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോട് യോജിപ്പില്ല. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭകളിൽ ചെയ്യിക്കാറുമില്ല. ജനുവരി 1-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ 31-ാം തീയതി ഒരു ടോഫി പിൻ ചെയ്ത് പ്രോമിസ് വേർഡ്സ് എഴുതി കൊടുക്കും. ചിലർ ടോഫി ഒന്നും ചെയ്യത്തില്ല, പ്രോമിസ് വേർഡ്സ് എന്നും പറഞ്ഞ്. അതിലും വലിയ രസം, അന്ന് വരാത്തവർക്ക് വേണ്ടി അവർ സൂക്ഷിച്ചു വെച്ചേക്കുമെന്നുള്ളത്. ഞാൻ അതും ചിലരുടെ കണ്ടു. ഇന്നാള് വന്നില്ല. ചിലരുണ്ട്, പക്ഷെ ഞാൻ വന്നില്ലായിരുന്നു, എന്റെ പ്രോമിസ് വേഴ്സ് വേണം എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചു മേടിച്ചുകൊണ്ട് പോകുന്നത്. നമുക്കിഷ്ടമുള്ള, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വായിക്കാൻ കൊള്ളാവുന്ന ചില വാഗ്ദത്തങ്ങൾ മാത്രമേ അതിനകത്ത് എഴുതാറുള്ളൂ. ഇത് മുഴുവനും കൂടെ അച്ചടിച്ച് സ്വന്തം ഭാഷയിൽ തന്നിട്ട് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഇടയിലുള്ള ഒത്തിരി അനാചാരങ്ങളാണ്. ആചാരങ്ങളൊന്നും പറയുന്നില്ല, അനാചാരങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് ആ വർഷം മുഴുവനും ആ കുറിപ്പ് ബൈബിളിൽ നിന്ന് കളയത്തില്ല. 10 ദറം 10 റിയാല് താഴെ പോയാലും ശരി, ആ കുറിപ്പ് താഴെ പോകാൻ സമ്മതിക്കത്തില്ല. അത് ബൈബിളിനകത്ത് വെച്ച് മിക്കവരും രാവിലെയും വൈകിട്ടും കൈവച്ച് പ്രാർത്ഥിക്കും. എന്തുവാ? വാഗ്ദത്തമാ, ക്ലെയിം ചെയ്യുക, ക്ലെയിം ചെയ്യുക. ചിലരുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് കിട്ടത് അടുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ പുതിയ നിയമ സഭയ്ക്ക് നമുക്ക് നൽകപ്പെട്ട വാഗ്ദത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നാം തിരിച്ചറിയണം. അതിന് വാഗ്ദത്തങ്ങളുടെ ഒരു ക്ലാസിഫൈഡ് സ്റ്റഡി നമുക്ക് അത്യാവശ്യമാണ്. ഇവിടെ നമുക്കതിന് വലിയ സമയമില്ല, ഞാൻ തൊട്ടുപെട്ടു പോകുന്നതേ ഉള്ളൂ. വളരെ തെറ്റിദ്ധാരണകൾ ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ വാഗ്ദത്തം, they are the messianic prophecies or messianic promises എന്ന് പറഞ്ഞാൽ മശിഹൈക വാഗ്ദത്തങ്ങളാ. യേശു മശിഹായിക്ക് മാത്രം അവകാശപ്പെട്ട വാഗ്ദത്തങ്ങൾ. ഉദാഹരണത്തിന്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല. ആർക്ക് വേണ്ടിയുള്ളതാ? ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ ഭാര്യയും പിള്ളാരും സഭാംഗങ്ങളും കൂടെ ആ വാക്യം ലാമിനേറ്റ് ചെയ്ത് ഒരു റീത്തുണ്ടാക്കി എന്റെ മോളിൽ കൊണ്ടുവച്ചാൽ ഈ ശരീരം അഴുകാതിരിക്കുവോ? ഇല്ല. വചനം ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ആ വാക്യം എഴുതി ശരീരത്തിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ അത് വലിയ അക്ഷരത്തിൽ അച്ചടിച്ച ഒരു വെള്ള തുണി കൊണ്ട് പുതപ്പിച്ച് എന്റെ ബോഡി മോർച്ചറി വെക്കാതെ വെച്ചിരുന്നാൽ ഉറപ്പാ കാലാവസ്ഥ അനുസരിച്ച് ഇത് പഴുക്കും, നാറും. അത് എനിക്കും നിങ്ങൾക്കും ഉള്ളതല്ല. ആ വാഗ്ദത്ത വചനത്തിൽ പോലും കേറി പിടിച്ചോണ്ട് ഇന്ന ദൈവദാസൻ മരിച്ചാൽ മോർച്ചറി വെക്കണ്ട, അടക്കണ്ട, അഴുകത്തില്ല എന്നും പറഞ്ഞ് വെച്ചോണ്ടിരുന്ന കേസുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അത്രയും ഒന്നും കണ്ടിട്ടില്ലെങ്കിലും നേരിട്ട് എനിക്കറിയാവുന്ന വേറൊരു വാഗ്ദത്തമുണ്ട്. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിഞ്ഞു പോകുവാൻ അനുവദിക്കുകയില്ല എന്ന വാഗ്ദത്തം. അതും ആർക്ക് വേണ്ടിയുള്ള വാഗ്ദത്താ? യേശുവിന് വേണ്ടിയുള്ളതാ. ആ വാഗ്ദത്വം വെച്ചോണ്ട് ഇന്ന് കുറെ ആൾക്കാരുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരാള്, അതും പ്രത്യേകിച്ച് ഉപദേശിയാന്നെ പറയുകയും വേണ്ട, ആക്സിഡന്റ് ഉണ്ടായാലും മരത്തേന്ന് വീണാലും ടെറസേന്ന് വീണാലും ആ കൈ കാലം ഒടിയത്തില്ലെന്ന് വെറുതെയാ. ഉറപ്പാ ഒടിയും. ഒടിഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പക്ഷെ അതെന്തല്ല, നമുക്ക് വേണ്ടിയുള്ള പ്രോമിസ് അല്ല.
അത് ആർക്ക് വേണ്ടിയുള്ള പ്രോമിസാ, വാഗ്ദത്തവാ? യേശു മശിഹായ്ക്ക് വേണ്ടിയുള്ളതാ. മശിഹയ്ക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങളെ നാം തരംതിരിച്ച് മനസ്സിലാക്കണം. രണ്ടാമത്തേത് വാഗ്ദത്തം പ്രോമിസസ് ഫോർ ഇസ്രായേൽ. ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ള വാഗ്ദത്തവാ. അത് വെച്ചുകൊണ്ട് ഇന്ന് പാട്ടുകൾ വരെ ഉണ്ട്. നിങ്ങളൊക്കെ പാടുന്നവരാണെങ്കിൽ കുറഞ്ഞ പക്ഷെ ഞാൻ പോകുന്നവരെങ്കിലും ഞാനുള്ള യോഗത്തിലെങ്കിലും പാടല്ലേ ആ പാട്ടുകൾ. വായ്പ വാങ്ങാൻ ഇട വരുത്തില്ലെന്നും സ്തോത്രം ഒത്തിരി ഉണ്ട്. ഈ വാഗ്ദത്തങ്ങളൊക്കെ ആർക്ക് വേണ്ടിയുള്ളതാ? ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ളതാ, നമുക്ക് വേണ്ടിയുള്ളതൊന്നുമല്ല. ഇസ്രായേലിന് വേണ്ടിയുള്ളതാ, സഭയ്ക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങളല്ലത്. അങ്ങ് ഒത്തിരി ഉണ്ട്. വിഷയം നമ്മുടെ നല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഓരോന്നും തൊട്ട് വിടുന്നതേ ഉള്ളൂ. തരം തിരിച്ചു പഠിക്കണം. മൂന്നാമത്തേത് മില്ലേനിയൽ പ്രോമിസസ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴുന്ന സമയത്തേക്കുള്ള വാഗ്ദത്തങ്ങളാ. ഉദാഹരണത്തിന് കുഞ്ഞാടും ചെന്നായും ഒരുമിച്ച് മേയും. കൊച്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? സർപ്പത്തിന്റെ പോത്തിൽ കൈയിടും. ഇതൊക്കെ ഇന്നത്തേക്കുള്ളതാണെന്നും പറഞ്ഞ് സർപ്പത്തെ പിടിച്ചാൽ അത് കടിക്കും. നിങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ, ഈ കഴിഞ്ഞ ഇടയ്ക്കും ചിലതിനൊക്കെ കടിച്ചു ചത്തത്. അതൊന്നും ഇപ്പോഴത്തേക്കുള്ളതല്ല. ആ വാക്യം എഴുതി ഒരു ഏലസ് ഉണ്ടാക്കി കഴുത്തെ കെട്ടി ഒരു കുഞ്ഞാടിനെ ചെന്നാട് കൂടെ വിടുകയാണെങ്കിൽ ഉറപ്പാ ചെന്നായിക്കെന്ന് ഓണമാണ്. ആ വാഗ്ദത്തങ്ങൾ ഇപ്പോഴത്തേക്കുള്ളതല്ല, സഭയ്ക്കുള്ളതല്ല. അത് എപ്പോഴത്തേക്കുള്ളതാ? 1000 ആണ്ട് വാഴ്ച കാലത്തേക്കുള്ളതാ. സ്തോത്രം. പിന്നുള്ളത് പ്രോമിസസ് ഫോർ ദ ചർച്ച്. നമുക്കുള്ള വാഗ്ദത്തങ്ങളാണ്. നമുക്കുള്ള വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 ഞാൻ പറയാം. ഒത്തിരി വേറെ ഒരു 8-10 ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട്. ഒന്ന്, സഭയ്ക്ക് ഏതു കാലത്തും അവകാശപ്പെടാൻ പറ്റിയ ദ പ്രോമിസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന 3 വാഗ്ദത്തങ്ങൾ. ഒന്ന്, യോഹന്നാൻ 14:23, മത്തായി 28:20. വായിക്കേണ്ട, ഇനി സമയം നമ്മുടെ തീരുന്നു. അതുകൊണ്ട് യോഹന്നാൻ ഈ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന നമുക്ക് ഏത് സഭക്കാർക്കും ഏത് ദൈവജനത്തിനും ഏത് കാലഘട്ടത്തിലും അവകാശം പറയാൻ കഴിയുന്ന വാഗ്ദത്തം. ഏതാ വാഗ്ദത്തമാ? കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും എന്നുള്ള ദൈവ സാന്നിധ്യത്തിന്റെ സാമീപ്യത്തിന്റെ വാഗ്ദത്തം. The promise of the immanent presence of God. സ്തോത്രം. ഇത് ഒരു വാഗ്ദത്തമായി യോഗം തുടങ്ങുന്ന സമയത്തോ യോഗത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്തോ സ്റ്റീരിയോ ടൈപ്പായിട്ട് പ്രാർത്ഥിക്കുന്നതൊഴികെ ഇതൊരു വാഗ്ദത്തമായി നമ്മുടെ തലച്ചോറിനകത്ത് കയറിയിരിപ്പുണ്ടോ? ഉണ്ടോ? ഒന്ന് പറയണേ. യോഗത്തിന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ വാഗ്ദത്ത പ്രകാരം 2-3 പേരെ ഇവിടെ കൂടിയാലും വചനം വാക്യം തിരിച്ചാ പറയുന്നെങ്കിലും ഓക്കെ, വാഗ്ദത്ത പ്രകാരം ഞങ്ങൾ മധ്യം വന്നിരിക്കുന്നുണ്ട്. സ്തോത്രം. അത് പ്രാർത്ഥിക്കുമ്പോഴല്ലാതെ ഈ വാഗ്ദത്തം നമുക്ക് വേണ്ടിയുള്ള ദൈവിക വാഗ്ദത്തമായി നാം കണ്ട് അതിൽ സന്തോഷം പൂണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇതൊന്നും കേട്ടാൽ നമുക്കാരൊക്കെ സന്തോഷം തോന്നുന്നില്ലേ? ശരി, രണ്ടാമത്തെ വാഗ്ദത്തം the promise of the Holy Spirit. അപ്പോസ്തല പ്രവൃത്തി 1:4, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പീൻ. അപ്പോസ്തല പ്രവൃത്തി 2:38-39, വാഗ്ദത്തം നിങ്ങൾക്കും. എഫേസ്യർ 1:14, വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം നാം കാണുന്ന വാഗ്ദത്തം ഏതാണ്? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. മൂന്നാമതൊരു വാഗ്ദത്തം കൂടെ ഉണ്ട്, the promise of his advent.
നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിന്റെ വാഗ്ദത്തം. മടങ്ങി വരവിന്റെ വാഗ്ദത്തം. ഈ 3 വാഗ്ദത്തങ്ങളെക്കാൾ വലിയ വാഗ്ദത്തം വല്ലതും ഉണ്ടോ? ഒന്ന് പറയണേ, എനിക്കിതിന് ഉത്തരം വേണം. ഈ 3 എണ്ണത്തേക്കാൾ വലിയ വാഗ്ദത്തം വല്ലതും വേറെ കിട്ടാനുണ്ടോ? ഇനി കിട്ടിയിട്ടുണ്ടോ വേറെ വല്ല ഇതിനേക്കാൾ വലുത്? ചിലർക്കാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആണ്ടിന്റെ ആരംഭ സമയത്ത് ഒരു വാഗ്ദത്തം കിട്ടും, ചിലർക്ക് തന്നെ ആണ്ടിന്റെ അവസാനം കിട്ടുന്നേ. ഈ ആണ്ടിൽ നിനക്ക് സാധിക്കാൻ അടുത്ത ആണ്ട് നടക്കുമെന്നും പറഞ്ഞു. ചിലർ മാസക്കണക്ക് വരെ പറഞ്ഞെങ്കിൽ തന്നേക്കും. അതൊക്കെ നമ്മൾ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുക. ആ മാസമൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കിനും അത് കൈപ്പറ്റാനുള്ള ഭയങ്കര വ്യഗ്രതയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. എന്നാൽ ആ സംഗതികളെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമായതും ഒരു കാരണവശാലും ഫെയിൽ ആകാത്തതുമായ വാഗ്ദത്തമാണ് നമ്മുടെ കർത്താവ് നേരിട്ട് നമുക്ക് തന്നേക്കുന്നത്. എന്തൊക്കെയാ? നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ. സ്തോത്രം, സ്തോത്രം. 2, പരിശുദ്ധാത്മാവ്. 3, നമ്മുടെ കർത്താവ് പിന്നെയും വന്ന് നമ്മളെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. എങ്ങാണ്ട് പാതാളത്തിൽ പോയിട്ട് ആണ്ടിൽ ഒരിക്കൽ ഉപ്പേരി തിന്നാൻ വരുമെന്നും പറഞ്ഞു പോയ നമ്മുടെ നാട്ടിലെ ഐതിഹ്യം അനുസരിച്ചുള്ള മാവേലി മന്നനെ എതിരേൽക്കാൻ ഇന്ന് പെന്തക്കോസ്തുകാർ വരെ ഭയങ്കര വ്യഗ്രത കാട്ടുമ്പോൾ ആ പുള്ളി വരുന്നത് കൊണ്ടുപോകാനെന്ന പോലെ ഒരു വിസിറ്റിങ്ങിനാ വരുന്നത്. എന്നാൽ എന്റെ യേശു വരുന്നത് വിസിറ്റ് ചെയ്യാനല്ല, തന്റെ ജനത്തെ തന്നോടുകൂടെ കൊണ്ടുപോകാനാണ്. സ്തോത്രം. ഇനിയും മറ്റേദ്ദേഹം ഒരു പ്രാവശ്യം പറയുക, ഇതുവരെ ഇത്രയും നാള് ഞാൻ നിങ്ങളെ സന്ദർശിച്ചു പോവുകയായിരുന്നു, ഇനി സന്ദർശിക്കുന്നില്ല, നിങ്ങളെ കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എത്ര മലയാളികൾ പോകും പുള്ളിയുടെ കൂടെ? എന്നാൽ നമ്മുടെ കർത്താവോ, സ്തോത്രം, അവൻ പോയ സ്ഥലത്തേക്കും ഇനിയും അവൻ നമ്മെ ചേർക്കുവാൻ വരുന്ന ഇടത്തിലേക്കും തന്റെ ഭക്തന്മാർ പോകുവാൻ കൊതിക്കുന്ന ഇടമാണ്. അതിനേക്കാൾ വലിയൊരു വാഗ്ദത്തം നമുക്ക് ലഭിക്കാനില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് സ്തോത്രം, വാഗ്ദത്ത വിഷയങ്ങളിൽ നാം തെറ്റിദ്ധരിക്കപ്പെടാതെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിന് വേണ്ടി വളരെ ശക്തിയോടെ കാത്തിരുന്നും ആ വാഗ്ദത്തത്തിനായി നന്ദി പറഞ്ഞും സ്തോത്രം ചെയ്തും നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് നോക്കി പാർക്കാം. ബാക്കി ഭാഗം നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി വരുന്നില്ലെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം എന്ന് താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ നാളെ കാണാം എന്ന പ്രതീക്ഷയോടും നമ്മുടെ കർത്താവിന് മുമ്പ് വന്നാൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെടാം എന്നുള്ള പ്രത്യാശയോടും കൂടെ എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. നാം കേട്ട ആമുഖ ചിന്തകൾ മറന്നു കളയാതെ ഒരു നല്ല അടിത്തറയിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് നന്നായി വചനപ്രകാരം മനസ്സിലാക്കി നമ്മുടെ ജീവിതം കഴിപ്പാൻ പരിശുദ്ധാത്മാവുമായി ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ദൃഢമായ ബന്ധം വ്യക്തിപരമായി സ്ഥാപിച്ച് ഇന്ന് രാത്രിയിൽ നമുക്കായിരിക്കാനും ഇടയാകട്ടെ. നാം ഇന്ന് രാത്രിയിൽ കിടക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവുമായി ഒരു അടുത്ത ബന്ധം പുലർത്തുവാൻ, സംസാരിപ്പാൻ, ദൈവശബ്ദം കേൾപ്പാൻ നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.